എല്ലാവർക്കും നമസ്കാരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സതതാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതം അഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്തുഭ്യം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. ഹരേ കൃഷ്ണ. നമുക്ക് ആദ്യം നാമം ജപിക്കാം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ആർക്കെങ്കിലും നാമം ജപിക്കണോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും വോളണ്ടിയർ ചെയ്യുന്നെങ്കിൽ നാമം ജപിക്കാം. ഞങ്ങള് മ്യൂട്ടായിട്ട് അത് ഫോളോ ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി, ജപിക്കാം. ഹരേ കൃഷ്ണ. ശരി, ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ
രാമ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ
ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു ഹരേ മാതാജി. കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ലോണം ചൊല്ലി. നമ്മള് ശരിക്കും ഭഗവാന്റെ നാമവും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല, രണ്ടും സെയിം ആണ്. നമ്മൾ കൃഷ്ണ എന്ന് പറയുമ്പം കൃഷ്ണൻ തന്നെയാണ് അത്, അല്ലാതെ കൃഷ്ണൻ വേറെയുമാണ് പേര് വേറെയുമാണ്. ഇപ്പം നമ്മള് ഒരാൾക്ക് പേരിട്ടു എന്നിരിക്കട്ടെ, ജഗദീഷ് എന്ന് പേരിട്ടു എന്ന് പറഞ്ഞാല് അയാള് ജഗദീഷാണോ? അല്ല. പക്ഷെ ഭഗവാനെ നമ്മൾ ജഗദീഷ് എന്ന് പറയുമ്പോൾ ജഗത്തിന്റെ ഈശൻ തന്നെയാണ്. ഈശ എന്ന് പറഞ്ഞ കൺട്രോളർ. അപ്പം ഭഗവാനും ഭഗവാന്റെ നാമവുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല, സെയിം ആണ്. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തന്നെയാണ് നമ്മളുടെ നാക്കില്, അല്ലെ? അപ്പൊ ഹരേ എന്ന് പറഞ്ഞാൽ രാധ എന്നാണ് അർത്ഥം, രാധാറാണി. അപ്പം കൃഷ്ണനും രാധാറാണിയും നമ്മളുടെ നാക്കില് നൃത്തം ചെയ്യാണ്, അല്ലെ? നമ്മൾ നാക്ക് ഇങ്ങനെ ഹരേ കൃഷ്ണ, നാക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോ കൃഷ്ണൻ അവിടെ നൃത്തം ചെയ്യാണ്, കൃഷ്ണനും രാധയും കൂടെ. എന്നിട്ട് അത് പുറത്തു വരുന്നു, അല്ലെ? നമ്മള് ഉച്ചരിക്കുമ്പോഴത്തേക്ക് അത് പുറത്തു വരുന്നു, കൃഷ്ണനും രാധയും. എന്നിട്ട് അത് നമ്മൾ ശ്രവിക്കണം, കേൾക്കണം.
അപ്പൊ ഈ കൃഷ്ണനും രാധയും നമ്മളുടെ ചെവി കൂടി നമ്മുടെ ഉള്ളിൽ കയറുകയാണ്, നമ്മളുടെ ഹൃദയത്തില്, ആ ഹൃദയത്തിലെ അങ്കണത്തില് എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡില് അവര് ഡാൻസ് ചെയ്യാണ്. അപ്പൊ നോക്കിക്കേ, ഓരോ ഹരേ കൃഷ്ണയ്ക്കും ഒരു പെയർ വരികയാണ്, ഒരു കപ്പിൾ വരികയാണ് കൃഷ്ണനും രാധയുമായിട്ട്. അപ്പൊ ഒരു മഹാമന്ത്രത്തില് 8 കൃഷ്ണനും രാധയുമാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ 108 അതുപോലെ മന്ത്രം ജപിച്ചു അല്ലെ. ഇപ്പൊ 108 × 8 അത്രയും രാധയും കൃഷ്ണനും കൂടി നമ്മളുടെ വായി കൂടി പുറത്തു വന്ന് ചെവി കൂടി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വന്നു അല്ലെ. അപ്പൊ നമ്മൾ 16 മാലയൊക്കെ ജപിക്കുമ്പോൾ ഒരു രാസലീല തന്നെ നടക്കുകയാണ് നമ്മളുടെ ഹൃദയത്തില്. അത്രയും പവർഫുൾ ആകുകയാണ്. ആ മഹാമന്ത്രം നമ്മൾ പറയുക മാത്രം പോരെ, അത് കേൾക്കണം. അപ്പോഴ് നമ്മളുടെ ഹൃദയം വന്ന് ശുദ്ധിയാകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളാനൊരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ജപത്തിനെ നമ്മൾ അത് നിസ്സാരമായിട്ട് ഒരിക്കലും കാണല്. അത് വളരെ പവർഫുള്ളാണ്. നമ്മൾ ആ മന്ത്രത്തിനെ, കൃഷ്ണനെ എത്ര ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ മന്ത്രം, ഹരേ കൃഷ്ണ മന്ത്രവും നമ്മൾ ബഹുമാനിക്കണം. ശരിക്കും ഇപ്പോഴ് ഈ പ്ലെയിൻ ക്രാഷ് 12th ഉണ്ടായി. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്? ഇത് നമ്മൾക്കും ഇങ്ങനെ ഒരു ദിവസം വരും അല്ലെ. നമ്മൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ആയിട്ടാണ് നമ്മളും വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് ഓരോ ശരീരം ഉണ്ടാക്കുമ്പോഴും അതിനൊരു മാനുഫാക്ചറിങ് ഡേറ്റും ഒരു എക്സ്പയറി ഡേറ്റും എഴുതിയിട്ടാണ് വിടുന്നത്. നമ്മൾ ആ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ, ആത്മാവ് ആ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഇന്ന ദിവസം നമ്മൾ മരിക്കും, അത് എവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾക്കറിയില്ല. അതുകൊണ്ട് നമ്മൾക്കറിയില്ല ഇന്നാണോ നാളെയാണോ നമ്മളുടെ ഡേറ്റ് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഓൾ ദ മോർ നമ്മൾ എന്താവണം, ഭയങ്കര സീരിയസ് ആകണം ഈ സ്പിരിച്വാലിറ്റിയിൽ. നമ്മളല്ലാതെ ഇങ്ങനെ വെറുതെ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ പോരാ. നമ്മൾ ഈ ആനിമൽസിനെ പോലെ തന്നെ ജീവിച്ചാല് പിന്നെ ഈ ഒരു മനുഷ്യ ശരീരം കിട്ടിയതിൽ അർത്ഥമില്ലാതാവുന്നു അല്ലെ. അടുത്ത ജന്മം നമ്മൾ ഇപ്പം അനുഷ്ഠിക്കുന്ന സ്പിരിച്വാലിറ്റി, എന്തൊക്കെ സ്പിരിച്വൽ സംഗതികൾ ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ അടുത്ത ജനനം എന്തിലാണ്, ഏത് ജന്മം, ഏത് ശരീരത്തിലാണ് നമ്മൾ കയറുന്നതെന്ന് അത് അനുസരിച്ചിരിക്കും. നമ്മള് ഭഗവാനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചുമ്മാ ടിവിയും കണ്ട് നമ്മൾ ആഹാരവും കഴിച്ച് എന്താണ് 4 സംഗതികൾ ആനിമൽസ് ചെയ്യുന്നത്, നമ്മളും ആനിമൽസും ചെയ്യുന്ന 4 സംഗതികൾ എന്താണ്? നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മൾ നിദ്ര, നമ്മൾ ഉറങ്ങുന്നു, പിന്നെയോ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു, നമ്മൾ ആക്രമിക്കാതിരിക്കാനുള്ള സുരക്ഷാ സംഗതികൾ നമ്മൾ ചെയ്യുന്നു. ആനിമൽസും അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മൈഥുന്യം എന്ന് പറഞ്ഞാല് നമ്മൾ കുട്ടികളെ ജനറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം മനുഷ്യരും ചെയ്യുന്നുണ്ട്, ആനിമൽസും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന എങ്ങനെയാണ് ആനിമൽസിൽ നിന്ന്? നമ്മൾക്ക് കൂടുതൽ അവബോധം തന്നിട്ടുണ്ട്. നമുക്കൊരു ഗ്രേറ്റർ കോൺഷ്യസ്നെസ് ഉണ്ട്. അത് എന്തിനാ തന്നിരിക്കുന്നത്? നമ്മൾക്ക് ഈ ലോകം ദുഃഖാലയമാണ്, ഇവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഈ മനുഷ്യ ജന്മമാണ് എക്സിറ്റ് പോയിന്റ്. ഈ ഭൗതിക ജന്മത്തിൽ, ഈ ഭൗതിക ഇതില് നമ്മൾ എന്താ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജന്മം നമ്മൾക്ക് കിട്ടി, ഇനി മരിച്ചു കഴിയുമ്പോൾ വേറൊരു ജന്മം കിട്ടും, അത് കഴിഞ്ഞാൽ വേറൊരു ജന്മം കിട്ടും. അങ്ങനെ ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്, അത് ഹ്യൂമൻ ലൈഫിലാണ്. ആ ഹ്യൂമൻ ലൈഫ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല പ്രോപ്പർലി എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഈ എത്ര സ്പീഷീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, 84 ലക്ഷം സ്പീഷീസ് ഉണ്ട്. അത്രയും തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്, 84 ലക്ഷം.
ആ 84 ലക്ഷം ജീവ യോനികളിൽ നമ്മൾ പിന്നെയും ജനനം എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇനി എന്നൊരു കാലത്താ ഇനിയൊരു ഹ്യൂമൻ ബോഡി കിട്ടുന്നത് നമുക്കറിയില്ല. അടുത്ത ജന്മം നമുക്ക് ഹ്യൂമൻ തന്നെ ആവണം എന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ അടുത്ത ജന്മം ഒരു പശു ആകാം, ഒരു എന്താ ഏതെങ്കിലും ഒരു ആനിമൽ ആകാം, പൂച്ചയാകാം, പട്ടിയാകാം. ഇപ്പോഴൊക്കെ ആൾക്കാർക്കൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആരോടാണ്? പട്ടികളോടും പൂച്ചകളോടുമാണ് അല്ലേ? അപ്പൊ അവര് മരിക്കുന്ന സമയത്ത് എന്താ ചിന്തിക്കുന്നത് അതായിരിക്കും അവരുടെ അടുത്ത ജന്മം. അപ്പൊ മരിക്കാന്ന് വെച്ചാൽ അയ്യോ എന്റെ പൂച്ച ഞാനില്ലാതെ എങ്ങനെ ജീവിക്കും, എന്റെ പട്ടി ഞാനില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് പറയുമ്പോ അടുത്ത ജന്മം നമ്മളും ഒരു പട്ടിയായിക്കൊള്ളും. അത് കാരണം നമ്മള് അത് ഭഗവത്ഗീതയിലുള്ളതാണ്, ഞാൻ പലതവണ കോട്ട് ചെയ്തിട്ടുള്ളതാ. 8ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അന്ധകാലേ തുമാം, ഞാൻ വേഴ്സ് മറന്നു. അപ്പൊ നമ്മൾ അന്ധകാലം, നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? എന്നെ ചിന്തിച്ചാൽ നീ എൻ്റെ അടുത്തെത്തും. നീ വേറൊരു എന്തെങ്കിലും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ആ യോനിയിലായിരിക്കും നിങ്ങൾ പറക്കാൻ പോകുന്നത്. അപ്പൊ അത് കാരണം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇനിയുള്ള കാലം നമുക്കറിയില്ല എത്ര കാലമുണ്ടെന്ന്. നമ്മൾ 20 വയസ്സേ ഉള്ളൂ ഇപ്പോഴെന്ന് വെച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കല്ലേ എനിക്കിനി ഒരു 50 വയസ്സ് 60 വയസ്സും കൂടി ഉണ്ടെന്ന്. നമുക്കറിയില്ല എങ്ങനെയാ നമ്മളെ മരണം വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് പറയാനേ പറ്റില്ല. അപ്പൊ ഈ ജന്മം നമ്മൾ എത്രയും ഈ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞ് നമ്മൾ കഴിയണം, എന്നാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ബോഡി കിട്ടുള്ളൂ. ആ ഹ്യൂമൻ ബോഡിയിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ എത്ര സ്പിരിച്വാലിറ്റി, നമ്മൾ ഈ ഒരു ആധ്യാത്മികതയിൽ എത്ര പുരോഗമിക്കുന്നു. സപ്പോസ് നമ്മൾ 20% പുരോഗമിച്ചു എന്ന് വെച്ചാൽ അടുത്ത ജന്മം നമ്മൾ 21-ൽ തുടങ്ങിയാൽ മതി, അല്ല 1-ന്ന് നമ്മൾ തുടങ്ങണ്ട. അപ്പം നമ്മൾ എന്തിപ്പോ ചെയ്താലും അതൊരു ലോസ് ആകില്ല, അത് ചിരകാലം നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ഈ ജന്മത്തിന്ന് ഈ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിൽ പോകുമ്പം നമ്മൾ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകും അല്ലെ? നമ്മളുടെ പട്ടിയും പൂച്ചയും നമ്മളുടെ വെൽത്തും നമ്മളുടെ വീടും നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ലവ്ഡ് വൺസിനെയും എല്ലാം നമ്മൾ ഇവിടെ ഇട്ടോണ്ടാ പോകുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ കൊണ്ടുപോകുന്ന എന്താണ്? നമ്മുടെ സ്പിരിച്വാലിറ്റി. നമ്മൾ എത്ര പ്രോഗ്രസ് ചെയ്തു അതുമായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് തുടങ്ങിയാൽ മതി. അപ്പം ഈ ഏറ്റവും വലിയ സങ്കടം, ഈ ദുർഘടന ഉണ്ടായി അല്ലെ, അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട, നമ്മള് ആത്മീയമായിട്ട് പുരോഗമിക്കാതെ നമ്മൾ മരിക്കുന്നതാണ് നമ്മൾക്ക് ഏറ്റവും സങ്കടകരമായിട്ട് ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ. നമ്മള് പുരോഗമിക്കാതെ നമ്മൾ വെറുതെ ഈ ഭൗതിക ലോകത്തില് ഭ്രമിച്ചിങ്ങനെ ജീവിച്ചിട്ട് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾക്കിനി എന്തൊരു ജന്മമാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള സംഗതി. അല്ലാതെ ഒരു പ്ലെയിൻ ക്രാഷ് മരിക്കുന്നതിനെക്കാട്ടിലും സങ്കടകരം നമ്മൾ ഒന്നും ആവാതെ മരിക്കുന്നതാണ്. നമ്മൾ ആധ്യാത്മികമായിട്ട് ഒന്നും പുരോഗമിക്കാതെ മരിക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള സംഗതി. നമ്മളൊക്കെ എന്താ ഈ ഓഷനില്, ഈ സാഗരത്തില് നമ്മൾ വെറും കൊമ്മളകൾ പോലെയാണ്, ബബിൾസ് പോലെയാണ്. അത് എപ്പോ വേണമെങ്കിലും പൊട്ടാം അല്ലെ? ബബിൾസിന് എത്ര ആയുസുണ്ട്? അത് വേഗം പൊട്ടും. അപ്പൊ നമ്മളെല്ലാം അതുപോലെയാണ്. എന്നാണ് നമ്മൾ പൊട്ടുന്നത് നമുക്കറിയില്ല. അപ്പം വി ഷുഡ് യൂട്ടിലൈസ് ദിസ് ഹ്യൂമൻ ഫോം ഓഫ് ലൈഫ് ആസ് far as possible to progress in spirituality. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഏറ്റവും കലിയുഗത്തില് നാരദമുനി ചോദിക്കുന്നുണ്ട് ബ്രഹ്മാവിന്റെ അടുക്കല്, ഞാന് കലിയുഗമാണ്, കലിയുഗത്തിന്റെ പ്രഭാവം എല്ലാ ഈ ലോകത്ത് ഭൂമിയിലെ എല്ലാവർക്കും ആ പ്രഭാവം വന്നിരിക്കുകയാണ്, എല്ലാവരും മിസറീസിൽ അങ്ങനെ ആണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് എന്താണ് പറയുന്നത്? ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്ന് പറയുന്നു അല്ലെ? അപ്പം ചോദിക്കുന്നു, കുറെ നാമങ്ങളുണ്ടല്ലോ ഭഗവാന്, ഏത് നാമമാണ് ഏറ്റവും ഇഫക്റ്റീവ് ഈ കലിയുഗത്തിൽ
എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എന്താ കലി സംഗ്രഹണ ഉപനിഷത്ത് എന്ന് വെച്ചാൽ എങ്ങനെ കലിയെ ഓവർകം ചെയ്യാനുള്ള ഇത് ഉള്ള അതിനെ കുറിച്ച് ഉള്ള ഉപനിഷത്താണത്. ഞാനത് അതെ അതെ സംഗ്രഹണ ഉപനിഷത്ത്. അത് ആണ് അതിൻ്റെ അകത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന ഹരേ രാമ പിന്നെ ഹരേ കൃഷ്ണ. പക്ഷെ ചൈതന്യ മഹാപ്രഭു ഇത്രയും ദയാലുവായോണ്ട് ചൈതന്യ മഹാപ്രഭു കണ്ടു. ചൈതന്യ മഹാപ്രഭു വന്നത് ഒരു 450 വർഷം മുമ്പാണ്. അപ്പൊ 500 വർഷത്തിന് മുമ്പ്. അപ്പൊ ഈ കലിയുഗം തുടങ്ങിയത് 5000 ഇയേഴ്സ് ബാക്ക്. അപ്പൊ ഈ 4500 ഇയേഴ്സിന്റെ അകം എത്രമാത്രം ഈ കലിയുടെ ഇത് ഇഫക്റ്റ് വന്നു ഈ ലോകത്തിൽ എന്നുള്ളത് കണ്ടിട്ടാണ് മഹാപ്രഭു വന്നിട്ട് നമ്മൾക്ക് ഒരു യോഗ്യതയും ഇല്ല ഈ ഹരേ രാമ എന്ന് ജപിക്കാൻ കണ്ടിട്ട് അത് തിരിച്ച് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു തന്നത്. അതിന്റെ ഇഫക്റ്റ് സെയിം ആണ്. പക്ഷെ അതിന്റെ നമ്മള് അത് നല്ലോണം പ്രൊനൗൺസ് ചെയ്യാതെ നമ്മൾ ഒഫൻസസ് ആയിട്ട് ജപിക്കാതെയൊക്കെ ചെയ്യുന്നതിന്റെ ആ ഒഫൻസസ് ഒക്കെ മാറി കിട്ടും നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാല്. നമ്മള് രത്നാകരന്റെ കഥ അറിയാം അല്ലെ? രത്നാകരന് രാമ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മര എന്നാണ് നാരദ മുനി പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നര എന്ന് പറഞ്ഞ് അത് രാമയായി. അങ്ങനെയാണ് വാൽമീകിയായി തീർന്നത് രത്നാകരൻ. അതുപോലെ നമ്മൾക്കും ഈ ഹരേ കൃഷ്ണ എന്നുള്ള ഇത് ജപിക്കാന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ എന്നുള്ള ഇത് ഏത് സമയം 24 hours നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ നമ്മൾക്ക് ഈ കലിയുടെ ഈ മിസറീസിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. അതാണ് ഇമ്പോർട്ടൻസ് ഈ നാമം ജപിക്കുന്നതിൻ്റെ. അപ്പൊ നാമം ജപിച്ചാൽ പോരെ, ഞാൻ എന്തിനീ ഭാഗവതം എല്ലാം കേൾക്കുന്നു എന്ന് നമുക്ക് തോന്നുമായിരിക്കും. ഈ നാമം ജപിക്കുന്നതും ഈ ഭാഗവതം ഭഗവത്ഗീത എല്ലാം ശ്രവിക്കുന്നതും ഈ ഒരു റെയിൽവേ ട്രാക്കിന്റെ 2 പാളങ്ങൾ പോലെയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം. എന്തുകൊണ്ടാണ് എന്താന്ന് വെച്ചാല് ഈ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ലീലകളും എല്ലാം ഭഗവാന്റെ മഹിമയും എല്ലാം കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ചാൻറ്റ് ചെയ്യാനുള്ള ആ ഇത് കൂടുന്നത്. നമ്മൾ ഒഫൻസ്ലെസ് ആയിട്ട് ഭഗവാൻ തന്നെയാണ്, ഞാൻ ചാൻറ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ എൻ്റെ മുമ്പ് വന്നിരിക്കുകയാണ് എന്നുള്ള നമുക്ക് ആ ദൃഢവിശ്വാസം കിട്ടുന്നത് നമ്മൾ ഈ ഭഗവാന്റെ മഹിമ മനസ്സിലാവുമ്പോൾ, ഭഗവാൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, ഭഗവാന് എത്ര ആകാംക്ഷയാണ് നമ്മൾ ഭഗവാന്റെ അടുക്ക തിരിച്ചെത്താന് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ശരിയാണ്, ഭഗവാൻ എൻ്റെ മുമ്പ് തന്നെ നിൽക്കുകയാണ് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ഭഗവാന്റെ ലോകത്ത് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നാമം ജപിക്കും. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ 100 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ചിന്തിക്കാതെ, അതിനാണ് ഞാൻ ശ്രവിക്കണം എന്ന് പറയുന്നത്. നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മള് വേറെ ചിന്തകൾ പറ്റില്ല, നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെ? നമ്മൾ കേൾക്കാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ വേറെ ചിന്തകളൊന്നും വരില്ല, ഈ നാമത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ ചിലവര് ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഇങ്ങനെ അങ്ങ് ജപിച്ചു പോകും. അപ്പൊ എന്താ പറ്റുന്നത്? കൃഷ്ണന്റെ കയ്യോ കാലോ ഇല്ലാതെ ആയിരിക്കും നമ്മളുടെ കൃഷ്ണൻ ഇറങ്ങി വരുന്നത് അല്ലെ? ഹരേ കൃഷ്ണ എന്ന് ശരിക്കും പറയാതെ നമ്മൾ കുറെ വാക്കുകളൊക്കെ കടിച്ചു കഴിഞ്ഞ് തിന്നിട്ട് വിളിക്കുമ്പം നമ്മൾ കയ്യോ കാലോ ഇല്ലാത്ത കൃഷ്ണനായിരിക്കും ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കും നല്ല സ്പഷ്ടമായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്തുകൊണ്ട് വേണം ഈ നാമം ജപിക്കാൻ. ഫാസ്റ്റ് ജപിക്കാം കേട്ടോ. ചിലവർക്ക് അങ്ങനെ ഫാസ്റ്റ് ജപിക്കാൻ പറ്റും, ഒരു സിലബിളും കളയാതെ ഫാസ്റ്റിൽ നാമം ജപിക്കാമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഒരു മാലയെങ്കിലും നിങ്ങൾ ജപിച്ചിരിക്കണം കേട്ടോ. അത് പതുക്കെ എന്നിട്ട് ഇൻക്രീസ് ചെയ്യണം. പക്ഷെ ഫോർ എ സ്റ്റാർട്ട് നിങ്ങൾ ഒരു മാലയെങ്കിലും ജപിക്കണം. ഇപ്പൊ വീക്കെൻഡ്സ് നമുക്ക് ക്ലാസ് ഇല്ല,
അപ്പൊ ആ സാറ്റർഡേ സൺഡേ ജപിക്കാതിരിക്കല്, അന്നും മാല എടുത്ത് ജപിക്കണം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇന്ന് ഭാഗവതമാണ്, മൺഡേയും ട്യൂസ്ഡേയും ഭാഗവതമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തില് എവിടം വരെ എത്തി? ഇൻ ദ വേദിക് ലിറ്ററേച്ചർ എന്നാണ് ഇംഗ്ലീഷിലുള്ളത്. മലയാളത്തില് എവിടെയാ? ആരിന്ന് വായിക്കുന്നു ആദ്യം? നമുക്ക് ടേൺസ് എടുത്ത് വായിക്കാം. ആരാണ് തയ്യാറായിട്ട് വന്നിരിക്കുന്നത് വായിക്കാൻ? ഹരേ കൃഷ്ണ മാതാജി. ഏതാ വായിക്കണ്ടേ മാതാജി? ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് സർവജീവ വ്യക്തിത്വങ്ങളിലും മുഖ്യപ്രധാനി പരമസത്യമായ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് കണ്ടോ? പേജ് 82. മാതാജി ശ്രീല പ്രഭുപാദിന്റെ വിവർത്തനം ചെയ്ത ബുക്കാണ് അല്ലേ? ഇല്ല മാതാജി. പ്രഭുപാദിന്റെ ബുക്ക് വേണം. ആർക്കുണ്ട് പ്രഭുപാദിന്റെ ബുക്ക്? പറഞ്ഞോട്ടോ. ജയശ്രീ അല്ലേ? അതെ മാതാജി. ജയശ്രീ സർവജീവ വ്യക്തിത്വങ്ങളിലും എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി. എന്റെ ബുക്കിലെ പുതിയ ബുക്കായതുകൊണ്ട് ഇച്ചിരി വ്യത്യാസമുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവജീവസത്തകളിലും വെച്ച് സർവോന്നതൻ നിരപേക്ഷ സത്യമായ ഭഗവാനാണെന്ന് വേദസാഹിത്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ആദ്യം സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മദേവൻ മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെ സമസ്ത ജീവജാലങ്ങളും വ്യക്തിഗത ജീവാത്മാക്കളാകുന്നു. ബ്രഹ്മാവിനുപരിയായി വ്യക്തിഗത ശക്തികളുള്ള മറ്റു ജീവന്മാരുമുണ്ട്. അതുപോലെ പരമദിവ്യോത്തമ പുരുഷനും ഒരു ജീവനുള്ള വ്യക്തിത്വമാണ്. മറ്റു ജീവാത്മാക്കളെ പോലെ അവിടുന്നിനും ഒരു തനതായ വ്യക്തിത്വമുണ്ട്. എന്നാൽ പരമപുരുഷൻ അഥവാ പരമജീവസത്തയ്ക്ക് പരമോത്കൃഷ്ടമായ ബുദ്ധിയും പരമവിശിഷ്ടങ്ങളായ എല്ലാ അചിന്ത്യ ശക്തികളും ഉണ്ട്. മനുഷ്യബുദ്ധിക്ക് കൃത്രിമോപഗ്രഹ നിർമ്മാണം സാധ്യമെങ്കിൽ മാനവ തിഷണയ്ക്ക് അതീതവും സർവോത്കൃഷ്ടവുമായ തിഷണയ്ക്ക് അതിനേക്കാൾ സർവാതിശയങ്ങളായ അസംഖ്യം വസ്തുക്കൾ സൃഷ്ടിക്കുവാൻ സാധ്യമാണെന്ന് നമുക്ക് അനായാസേന സങ്കല്പിക്കാം. യുക്തിയുക്തനായ ഒരു വ്യക്തി ഈ വാദത്തെ അനായാസം അംഗീകരിക്കും. എന്നാൽ നിർബന്ധ ബുദ്ധികളായ ചില നാസ്തികർ ഇതിനോടൊരിക്കലും യോജിക്കില്ല. എങ്ങനെയൊക്കെയായാലും ശ്രീല വ്യാസദേവൻ ആ പരമപ്രജ്ഞയെ തൽക്ഷണം തന്നെ പരമേശ്വരനായി സ്വീകരിച്ച് അംഗീകരിച്ചിരിക്കുന്നു. പര അഥവാ പരമേശ്വരൻ അഥവാ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പരമപ്രജ്ഞയെ ശ്രീല വ്യാസദേവൻ സാദരം പ്രണമിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആ പരമേശ്വരനെന്ന് ഭഗവത്ഗീതയും വ്യാസദേവനാൽ പ്രദാനം ചെയ്യപ്പെട്ട മറ്റു വേദസാഹിത്യങ്ങളും വിശേഷിച്ച് ശ്രീമദ് ഭാഗവതവും ഉത്ബോധിപ്പിക്കുന്നു. ഭഗവാൻ അതീതമായി യാതൊരു പരതത്വവും ഇല്ലെന്ന് ഭഗവത്ഗീതയിൽ സ്വയം ഭഗവാൻ ഉദ്ഘോഷിക്കുന്നു. ആകയാൽ പരതത്വമാകുന്ന ശ്രീകൃഷ്ണനെ ശ്രീ വ്യാസദേവൻ സങ്കോചം വിന ആരാധിക്കുന്നു. പരമതത്വമാകുന്ന ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ലീലാചരിതങ്ങളാണ് ദശമസ്കന്ധത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഒരു പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. ഒരു പാരഗ്രാഫ് നമുക്ക് നോക്കിയിട്ട് അടുത്ത പാരഗ്രാഫിൽ പോകാം. അപ്പൊ ഇതിൽ പറയുന്ന എന്താണ്? ഏറ്റവും സുപ്രീം, എല്ലാവരിലും വെച്ച് ഏറ്റവും സുപ്രീം കൃഷ്ണനാണ് എന്ന് പറയുകയാണ് അല്ലെ. പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പുരുഷനാണ് വെച്ചാൽ ഒരു ഹ്യൂമൻ അല്ല, ഒരു വ്യക്തിയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാല് ചിലവരുണ്ട് അവ്യക്തിഗതവാദികൾ എന്ന് പറയും. അവര് പറയുന്ന ഇംപേഴ്സണൽ ആണ്, ഒരു രൂപമില്ല,
എന്ന് പറയുന്നു. നമ്മൾ തന്നെ പല ഇതിലും ഈവൻ വിഷ്ണു സഹസ്രനാമത്തിലുണ്ടെന്ന് തോന്നുന്നു അരൂപം എന്ന്. അപ്പൊ അരൂപം എന്ന് പറയുന്ന വാക്കിനെയാണ് അവർ പിടിച്ച് പറയുന്നത് ഭഗവാന് ഒരു രൂപമില്ല എന്ന്. പക്ഷെ ശരിക്കും അരൂപം എന്ന് അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയൽ ബോഡി ഇല്ല, ഒരു ഭൗതികമായ ശരീരമല്ല ഭഗവാന്. ഭഗവാനുള്ളത് ദിവ്യമായ ഒരു ശരീരമാണ്. അപ്പൊ അതുകൊണ്ടാണ് അരൂപം എന്ന് പറയുന്നത്. ദിവ്യം എന്ന് പറഞ്ഞാൽ ട്രാൻസെൻഡന്റൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ ട്രാൻസെൻഡന്റൽ ശരീരമാണ് ഭഗവാനുള്ളത്. അതുകൊണ്ടാണ് അരൂപം എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ അർത്ഥം ഒരു രൂപം ഇല്ല എന്നുള്ളതല്ല. ബ്രഹ്മാവ് കണ്ടിട്ടുണ്ടല്ലേ, ഭഗവാനെ നേരിട്ട് കണ്ടതാണ് ബ്രഹ്മാവ്. എന്നിട്ട് ബ്രഹ്മാവ് പറയുന്ന എന്താണ്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുന്നു അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വരൻ പരമമായ കൃഷ്ണനാണ് ആ ഈശ്വരൻ. എന്നിട്ട് ആ കൃഷ്ണന് സച്ചിദാനന്ദമായ ഒരു വിഗ്രഹമാണ്. ആ രൂപം എന്ന് പറയുന്ന സച്ചും ചിത് ആനന്ദ്. സച്ചെന്ന് പറഞ്ഞാല് അത് ഇറ്റേർണലാണ്. ഇറ്റേർണൽ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ഒരു രൂപമാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ അത് ഫുൾ നോളജ് ഉള്ളതാണ്. പിന്നെ ആനന്ദം, ബ്ലിസ്ഫുൾ ആണ് ആ ഭഗവാന്റെ ശരീരം. അപ്പൊ അതുകൊണ്ട് അരൂപനല്ല, രൂപമുണ്ട്, ബട്ട് ഭൗതികമായ ഒരു രൂപമല്ല. പിന്നെ എന്ത് പറയുന്നു? വേറെ ആരും ഭഗവാനെ അത്രയും ഇന്റലിജൻസും അത്രയും പവർഫുൾ അല്ല, ഇത്രയും എനർജീസ് ഉള്ള വേറെ ലിവിങ് ബീയിങ് ഇല്ല എന്ന് പറയുന്നു. ആ കൃഷ്ണന് വേറൊരു പേരുള്ള അസമ്മൂർധ്വ എന്നാണ്. അസമ്മൂർധ്വ. സമം എന്ന് പറഞ്ഞാൽ ഈക്വൽ, ഊർധ്വ എന്ന് പറഞ്ഞാൽ എബവ്. സോ അസമ്മൂർധ്വ എന്ന് പറഞ്ഞാൽ ആരും ഈക്വലും അല്ല, എബവ് ഹിമ്മുമല്ല, എല്ലാവരും അതിന് താഴെയാണ് എന്നാണ് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അസമ്മൂർധ്വ എന്ന് പറയും. അതുപോലെ തന്നെ ഭഗവത്ഗീതയില് 7.7 പറയുന്നുണ്ട്, മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോക്തം സൂത്രേ മണിഗണ ഇവ എന്ന് പറയുന്നു. അതാണ് ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഈ ശ്ലോകത്തെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മത്ത എന്ന് പറഞ്ഞാൽ എന്നെ, പരതരം നാന്യത്ത് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല. പര എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലുതായിട്ട് എന്നാണ്. അപ്പൊ അതിനേക്കാളും വലുതായിട്ട് ആരുമില്ല എന്ന് പറയാണ്. കിഞ്ചിത് അസ്തി ധനഞ്ജയ. ധനഞ്ജയന്റെ അടുക്ക പറയാണ്. ധനഞ്ജയ എന്ന് പറയുന്ന അർജുനനോട് പറയാണ്, ഒന്നുമില്ല, എന്നെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല. മയി സർവം ഇതം പ്രോത്തം എന്ന് പറഞ്ഞാല് എന്നില് എല്ലാം, സർവം ഇതം ഇവിടെയുള്ള എല്ലാം എന്നില് കോർക്കപ്പെട്ടിരിക്കുന്നതാണ്. എന്ത്? സൂത്രേ മണിഗണ ഇവ എന്ന് പറഞ്ഞാല് ഒരു ചരടില് നമ്മൾ മുത്തുകൾ കോർക്കുന്ന പോലെയാണ് ഭഗവാനിലാണ് എല്ലാം കോർത്തി ഇട്ടിരിക്കുന്നത് എന്ന്. ഭഗവാനാണ് എല്ലാ ഇതിൻ്റെയും ഉള്ളിലുള്ളത്, ഭഗവാനാണ് എന്ന് പറയാണ് ഈ ശ്ലോകം. അപ്പൊ ഇതിലും ഭഗവത്ഗീതയില് ഭഗവാൻ തന്നെ പറയുന്നതാണ്. അപ്പൊ ഭഗവാൻ ഒരു വ്യക്തിയാണ് അല്ലെ. ഞാൻ വേറെ ഒന്നിനെക്കാട്ടിലും എന്നെക്കാളും ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല. ഞാന് എല്ലാത്തിനെയും എന്നിൽ കോർത്ത് വെച്ചിരിക്കുന്ന മണി ഗണങ്ങളെ പോലെയാണ്. എല്ലാ സംഗതികളും എന്നിൽ ലയിച്ചിരിക്കുന്നു, എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ അരൂപം എന്ന് പറഞ്ഞാല് ഈ ഒരു ഭൗതിക ശരീരം ഇല്ല എന്നേ അതില് അർത്ഥം വരുന്നുള്ളൂ. ഇനി അടുത്ത ഇത് വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വേറെ ആർക്കെങ്കിലും ബുക്ക് ഉണ്ടോ മാതാജി വായിക്കുന്നു?
ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ അധ്യായമാണോ ഇപ്പൊ വായിച്ചത്? അതെ അതെ അതെ. മാതാജിയുടെ കയ്യില് ഒന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന്റെ ആണോ? ഞാൻ വായിക്കട്ടെ മാതാജി? ആദ്യത്തെ ശ്ലോകം വായിക്കട്ടെ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രഭുപാദയുടെ ബുക്കാണോ? അതെ അതെ. ശരി, വായിച്ചോളൂ. ദശമസ്കന്ധത്തിൽ വിശേഷിച്ചും ഭഗവാന്റെ രാസനൃത്തം വർണ്ണിക്കുന്ന ആ 5 അധ്യായങ്ങളിൽ തത്വദീക്ഷയില്ലാത്ത വ്യക്തികൾ തൽക്ഷണം കടന്നിരുന്നു. ശ്രീമദ് ഭാഗവതം എന്ന മഹാഗ്രന്ഥത്തിന്റെ അത്യന്തം നിഗൂഢവും അതിരഹസ്യവുമായ ഭാഗമാണത്. ഭഗവാന്റെ അതീന്ദ്രിയ വിജ്ഞാനത്തിൽ പരിപൂർണമായി സുശിക്ഷിതമാകാത്ത ഒരാൾ നിശ്ചയമായും ഭഗവാന്റെ രാസനൃത്തമെന്നറിയപ്പെടുന്ന ആരാധ്യമായ അതീന്ദ്രിയ ലീലകളെയും ഗോപികമാരോടുള്ള ഭഗവാന്റെ അഭിമാനാർത്ഥ ബന്ധത്തെയും സംബന്ധിച്ച് തെറ്റായി വ്യാഖ്യാനിക്കും. ഈ ശ്രദ്ധാവിഷയം അത്യന്തം ആത്മീയമാകയാൽ രാസതൃത്വത്തിന്റെ അതീന്ദ്രിയ രസം രസിക്കുവാൻ പരമഹംസാവസ്ഥ ക്രമേണ പ്രാപ്തമാക്കിയ ഒരു മുക്താത്മാവിനാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആകയാൽ ഭഗവത് ലീലകളുടെ അന്തസത്ത യഥാർത്ഥമായി ആസ്വദിക്കുന്നതിന് മുമ്പ് ആത്മീയ സാക്ഷാത്കാരം ക്രമേണ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു സുവർണ അവസരം ശ്രീ വ്യാസദേവൻ പഠിതാവിന് പ്രദാനം ചെയ്യുന്നു. ആകയാൽ അദ്ദേഹം മനഃപൂർവ്വം ഗായത്രി മന്ത്രം ധീമഹി പ്രാർത്ഥനാ രൂപത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഈ ഗായത്രി മന്ത്രം ആത്മീയ പുരോഗതി ആർജിച്ചവരെ ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഗായത്രി മന്ത്രം ജപിക്കുന്നതിൽ കൃതാർത്ഥരായവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമാറാകുന്നു. ആകയാൽ ഗായത്രി മന്ത്രം വിജയകരമായി ജപിക്കുന്നതിന് ഒരാൾ ബ്രാഹ്മണിക ഗുണങ്ങൾ നിശ്ചയമായും പ്രാപ്തമാക്കിയിരിക്കണം, അഥവാ പരിപൂർണമായി സത്വഗുണത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അനന്തരം ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളൊക്കെ അതീന്ദ്രിയമായി ഗ്രഹിക്കുന്ന അവസ്ഥ ആർജിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? നമ്മള് ആദ്യമേ 10ാമത്തെ സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണന്റെ ലീലകൾ പറയുന്ന മുഴുവൻ 10ാമത്തെ സ്കന്ധത്തിലാണ്. ആദ്യത്തെ സ്കന്ധത്തിൽ ഇപ്പൊ നമ്മൾ കാണുന്നു ഭഗവാന്റെ മഹിമകള്, ഭഗവാന്റെ ഗുണങ്ങള്, അങ്ങനത്തെയൊക്കെയാണ് നോക്കുന്നത്. ഇനി ഓരോ സ്കന്ധങ്ങൾ നമ്മൾ പോകുമ്പോ കാണാം. ഇപ്പം ഈ ഭൗതിക ലോകം എങ്ങനെ സൃഷ്ടിച്ചു, എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചത്, ഇതെല്ലാം നമ്മൾ കാണാൻ പറ്റും. അപ്പൊ അതെല്ലാം കണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ മഹിമ എത്ര വലുതാണ്, ഭഗവാൻ ഈ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, എന്താ പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന ഒരു നാമധേയം നമ്മൾ കൊടുക്കാൻ മാത്രം എന്താണ് ഭഗവാനുള്ള മഹിമകൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ 10ാമത്തെ സ്കന്ധത്തിലോട്ട് എത്താൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഈ രാസലീല എല്ലാം നമ്മൾ കാണും. അതിലെ ഇത് 5 ചാപ്റ്ററിലായിട്ടാണ് ഈ രാസലീല 10ാമത്തെ സ്കന്ധത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ. മാതാജി ഒന്ന് മ്യൂട്ട് ആക്കുമോ? സീതാലക്ഷ്മി മാതാജി. അപ്പോഴ് ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് രാസലീലയിലോട്ട് നമ്മൾ നേരെ പോയാല് നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നമുക്ക് മനസ്സിലാകില്ല. അതൊക്കെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ പരമഹംസൻ എന്ന് പറയുന്ന സ്റ്റേജിലെത്തണം. എന്ന് വെച്ചാൽ അവര് വളരെ പ്യുവർ ഡിവോട്ടീസ് ആണ്. അവർക്ക് ഈ രാസലീല കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ അത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ആ സ്പിരിച്വൽ ഇതിൽ ദൃഷ്ടിയിൽ കാണാൻ കഴിയുന്ന പരമഹംസന്മാർക്കേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ഇന്റലക്ച്വലി മനസ്സിലാക്കുകയാണ്. നമ്മൾ നാമം ജപിക്കുമ്പോൾ കൃഷ്ണനും രാധയും ഡാൻസ് ചെയ്ത് പുറത്തിറങ്ങി വന്ന് നമ്മുടെ ഉള്ളിൽ രാസലീല ആടുകയാണെന്നൊക്കെ പറയുന്ന ഇറ്റ് ഈസ് ജസ്റ്റ് ഇന്റലക്ച്വൽ അല്ലേ? നമ്മൾ അത് റിയലൈസ് ചെയ്യണം. എപ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്?
പരമഹംസ സ്റ്റേജിലെത്തുമ്പോൾ. അപ്പൊ ഈ നാമം ജപിക്കുമ്പോ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ തുടച്ചു മാറ്റുകയാണ്. അതിന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ചേതോ ദർപ്പണ മാർജനം എന്ന് പറഞ്ഞാല് നമ്മളുടെ മനസ്സ് ചേത എന്ന് പറയുന്ന ചിത്തം, നമ്മളുടെ ഹൃദയം. ദർപ്പണ മാർജനം, ദർപ്പണം എന്ന് പറഞ്ഞാല് മിറർ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളുടെ ഈ ഹൃദയം ഒരു മിറർ പോലെയാണ്. ആ മിററിൽ നിറച്ചും പൊടി പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയാ ഈ പൊടി എന്ന് പറയുന്നത്? എന്താണ്? മാലിന്യങ്ങൾ. 6 തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. എന്തൊക്കെയാ? കാമ, ലോഭ, മത, മോഹ, മാത്സല്യം, പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, കാമ, ലോഭ, ക്രോധ. ക്രോധ, ലോഭ, മത, മോഹ, മാത്സല്യം. ഇങ്ങനെ 6 മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ ജന്മത്തെ മാത്രമല്ല, മില്യൺസ് ഓഫ് ലൈഫ്സ് നമ്മളുടെ കഴിഞ്ഞു. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ജന്മങ്ങൾ നമ്മളുടെ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ. ആ മില്യൺസ് ഓഫ് ലൈഫിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അതിൻ്റെ എല്ലാ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞു കിടക്കുകയാണ് നമ്മളുടെ ഹൃദയത്തിൽ. അതെല്ലാം മാർജനം ചെയ്യണം. മാർജനം ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കണം. അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഈ ഹോളി നെയിംസ് ജപിച്ച് ആണ് നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾക്ക് കാണാൻ പറ്റും നമ്മളുടെ ഹൃദയത്തില് ഭഗവാന്. അത് ഓരോരുത്തവരുടെ ഭഗവാൻ എങ്ങനെയാ നമ്മൾക്ക് ഹൃദയത്തിൽ വരുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഏത് രൂപത്തിൽ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രൂപത്തിലാണ് ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു കഥയുണ്ടല്ലേ, പൂന്താനത്തിന്റെയും മേൽപ്പത്തൂരിന്റെ ഒരു ഭട്ടതിരിയുടെ ഒരു കഥയുണ്ട്. മേൽപ്പത്തൂര് ഭഗവാനെ ഇത് നാരായണീയം എഴുതി കഴിഞ്ഞപ്പം ലാസ്റ്റ് ദശകമായപ്പോ ഭഗവാനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് അല്ലെ. അപ്പം പൂന്താനം ചോദിക്കും മേൽപ്പത്തൂരിന്റെ അടുക്കല്, ഭഗവാൻ എങ്ങനെ ഇരിക്കും കാണാനെന്ന് ചോദിക്കും. അപ്പം മേൽപ്പത്തൂർ കളിയാക്കി പറയും, ഒരു എരുമയെ കൂട്ടുണ്ടെന്ന് പറയും, ഒരു എരുമയെ പോലെ ഇരിക്കും എന്ന് പറയും. അപ്പം പൂന്താനം അത് വിശ്വസിക്കും. എന്നിട്ട് ഭഗവാനെ ഗുരുവായൂരിൽ ദർശിക്കുമ്പോ ഒരു എരുമയെ പോലെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, ഭഗവാന്റെ മൂർത്തിയെ കാണുന്നത്. അപ്പൊ ഒരു ദിവസം ഇവര് എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉത്സവ വിഗ്രഹം പുറത്ത് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുമല്ലോ, പ്രദക്ഷിണം വെക്കാൻ വേണ്ടി. അതിനു വേണ്ടി പൂജാരി അത് പുറത്തെടുക്കാൻ നോക്കുമ്പോ ഒരു വിധത്തിൽ പുറത്തിറങ്ങുന്നില്ല, ആ ഡോറിൽ കൂടെ പുറത്തിറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെന്താ അങ്ങനെ പറ്റാത്തത് എന്ന് പറയുമ്പോഴ് അവിടെ നിന്ന് പൂന്താനം പറയും, ഇത് കുറച്ച് ചെരിച്ചാ മതി. എന്താന്ന് വെച്ചാൽ ആ ഭഗവാന്റെ കൊമ്പ് ഇതിൽ തട്ടുന്നതാണ്, അതുകൊണ്ടൊന്ന് ചെരിച്ചാല് ആ കൊമ്പ് തട്ടാതെ നിങ്ങൾക്ക് പുറത്തെടുക്കാം എന്ന് പറയും. അപ്പൊ ഒന്ന് നോക്കിക്കേ, നമ്മള് ഭഗവാനെ ഏത് രൂപത്തിൽ കാണുന്നു ആ രൂപത്തിൽ ഭഗവാൻ നമ്മളുടെ മുമ്പ് പ്രത്യക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മള് നാമം ജപിച്ച് നമ്മളുടെ ദർപ്പണം ആകുന്ന ചിത്തം നമ്മള് മാർജനം ചെയ്യണം, ക്ലീൻ ചെയ്യണം. എങ്ങനെ? വിത്ത് ദ ഹോളി നെയിംസ്. അപ്പൊ അങ്ങനെ മാർജനം ചെയ്ത് കഴിയുമ്പോഴാണ് ഭഗവാൻ നമ്മളുടെ ഹൃദയത്തില് കുടികൊള്ളാൻ പോകുന്നത്. അപ്പൊ ഇതില് പറയുന്നു ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് ആരാണ്? ബ്രാഹ്മണന്മാരാണ് അല്ലെ എന്ന്. അപ്പൊ ശരിക്കും നമ്മളുടെ ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധത്തില് 33-ാമത്തെ അധ്യായത്തില് 6ഉം 7ഉം ശ്ലോകങ്ങൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് പറയുന്നത് ചണ്ടാളന് പോലും ബ്രാഹ്മണനെക്കാട്ടിലും ഉയരാൻ പറ്റും. എങ്ങനെയാ? ജസ്റ്റ് ബൈ ചാൻറ്റിങ് ദ ഹോളി നെയിംസ്. അത് ഒരു തവണ ജപിച്ചാൽ മതി എന്നാ പറയുന്നത്. ഹോളി നെയിം, നമ്മൾ ഭഗവാന്റെ നാമം ഒരു തവണ ജപിച്ചാൽ പോലും ഒരു ചണ്ടാളന് പോലും ബ്രാഹ്മണനെക്കാട്ടിലും ഉയർന്ന ഒരു പൊസിഷനിൽ എത്താൻ പറ്റും എന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ നമ്മൾ എത്ര ജപിക്കുന്നു എന്നിട്ട് എന്താ ആവാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും
ഫെയ്ത്തോട് വേണം നമ്മൾ ജപിക്കാൻ. നമ്മൾ ഈ ആനയെ പോലെയാണ്. ആനയെ പാപ്പാൻ കൊണ്ടുപോയി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറക്കുമ്പോൾ എന്ത് ചെയ്യും? ആന പിന്നെയും മണ്ണെടുത്ത് മേത്ത് ഇടുന്നു അല്ലേ? അതുപോലെയാ നമ്മൾ നാമം ജപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ എന്താണ്? പിന്നെയും ഈ മാലിന്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് എങ്ങനെ അതിൽ നിന്ന് പ്യോറാകാൻ പറ്റുന്നില്ല അല്ലേ? അതാണ് നമ്മൾ ഈ നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കേണ്ടത്. പിന്നെ എങ്ങനെയാന്ന് വെച്ചാല് ഈ നാമം അതിൻ്റെ പൊട്ടൻസി, അതിൻ്റെ പവർ അറിയാതെ തന്നെ നമ്മൾ ജപിച്ചാലും അത് ആക്ട് ചെയ്യും. കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും, പക്ഷെ ആക്ട് ചെയ്യും. ജസ്റ്റ് ലൈക്ക് നമ്മൾ മെഡിസിൻ കഴിക്കുന്നു, നമുക്ക് ഇഷ്ടമില്ലാതെ, നമ്മൾ അതിൽ വിശ്വാസമേ ഇല്ല, ഈ മരുന്ന് കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുടിച്ചാലും, അല്ലാതെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്ന സാധനങ്ങളാണ്, ഇന്ന സാധനം ഇതാണ് ചെയ്യുന്നത് നമ്മളുടെ ദേഹത്ത്, മറ്റേതിൻ്റെ ഇഫക്റ്റ് ഇതാണ്, നമ്മൾക്ക് വേദന കുറയ്ക്കുന്നു, ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾക്ക് റൂട്ട് കോസിനെ കളയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞു കുടിച്ചാലും, അത് അറിയാതെ നമ്മൾ കുടിച്ചാലും അതിൻ്റെ ഇഫക്റ്റ് ഒന്ന് തന്നെയല്ലേ അല്ലേ? നമ്മളുടെ അസുഖം എന്താന്ന് വെച്ചാൽ അത് മാറും. അതുപോലെയാണ് ഹരിനാമം. നമ്മൾ നാമം ജപിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഫുൾ പൊട്ടൻസി ഇങ്ങനെ നമ്മൾ ജപിച്ചാൽ ഇതാണ് ഉണ്ടാകുന്നതെന്നൊന്നും അറിയാതെ നമ്മൾ ജപിച്ചാലും അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് അറിയാതെ ജപിക്കുമ്പോൾ എന്താ, അത് പ്യോർ ആകുകയാണ്. അപ്പൊ ഇനി ഞാൻ ഇംപ്യോർ ആകാൻ പാടില്ല എന്ന് നമ്മൾ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അതിനുള്ള ഇനി ഞാൻ തെറ്റ് ചെയ്യല് എന്നുള്ള ഒരു മനോഭാവത്തിൽ നമ്മൾ എത്തുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഇഫക്റ്റ് കുറയുന്നു. എന്താണെന്ന് വെച്ചാൽ പിന്നെയും മാലിന്യങ്ങൾ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പൊ ഇതിൽ പറയുന്നത് ഹൈലി ഈ പരമഹംസന്മാരും ബ്രാഹ്മണർക്കും ഉള്ളതാണ് ഈ ഗായത്രി മന്ത്രം അല്ലെ? പക്ഷേ നമ്മള് ഈ പ്രോപ്പറായിട്ട് നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചണ്ടാളൻ എന്ന് പറഞ്ഞ ആരാണ്? ഈ വർണ്ണാശ്രമത്തിന്റെ അകത്ത് 4 പേരാണ് അല്ലെ? എന്താ? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഈ ശൂദ്രരെക്കാട്ടിലും താഴ്ന്നതാണ് ചണ്ടാളന്മാര്. അവര് ഈ ആശ്രമത്തിൽ വരുന്നതേ ഇല്ല, വർണ്ണാശ്രമത്തിൽ വരുന്നതേ ഇല്ല. അവര് ഡോഗ് ഈറ്റേഴ്സ് ആണെന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ പട്ടിയുടെ മാംസം വരെയും പാചകം ചെയ്ത് കഴിക്കുന്നവരാണ് ചണ്ടാലര്. അപ്പൊ അങ്ങനെ ഒരു ചണ്ടാല കുടുംബത്തിൽ വന്ന് പിറക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം സിൻഫുൾ ആക്ടിവിറ്റീസ് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ചെയ്ത ഒരു ചണ്ടാലന് പോലും ഭഗവാന്റെ നാമം ജപിച്ചാല് അതെല്ലാം പ്യൂരിഫൈഡ് ആകുന്നു. ആ സിൻഫുൾ റിയാക്ഷൻസ് ഒക്കെ കളഞ്ഞ് അത് അയാൾ പ്യൂരിഫൈഡ് ആകുകയാണ്. അപ്പൊ അയാളുടെ പൊസിഷൻ എന്താണ്? ബ്രാഹ്മണനെക്കാട്ടിലും ഉയർന്നതാണ്. അയാൾ ഒരു വൈഷ്ണവനാകുന്നു എന്ന് ഈ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഭാഗവതമുള്ളവര് അല്ലെങ്കിൽ നെറ്റിൽ പോയാലും വേദാബേസിൽ പോയാലും വേദാബേസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഭാഗവതം ഇംഗ്ലീഷിലത്തേത് നമുക്ക് കാണാൻ പറ്റും. അതിൽ വായിക്കാം. 3rd canto 33rd chapter ശ്ലോക നമ്പർ 6 and 7. അതിൻ്റെ അകത്ത് പറയുന്ന ചണ്ടാളന് പോലും നാമം ജപിച്ചാല് അവര് ബ്രാഹ്മണർക്ക് വേണ്ട എല്ലാ പ്രോസസ്സും അവര് ചെയ്ത് കഴിഞ്ഞുവിന്റെ ഫലം കിട്ടും. എന്തൊക്കെയാണ് ബ്രാഹ്മണര് ചെയ്യേണ്ടത്? വേദം വായിക്കണം അല്ലെ? സ്വാധ്യായം എന്ന് പറയും, വേദ സ്വാധ്യായം ചെയ്യണം. പിന്നെ അവര് കുറെ റിച്വൽസ് ഒക്കെ ചെയ്യും, യജ്ഞങ്ങൾ ഒക്കെ ചെയ്യും. പിന്നെ ഹോളി റിവേഴ്സില് നല്ല ഗംഗ പോലത്തെ ശുദ്ധമായ നദികളിലൊക്കെ കുളിക്കുക. ഇങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞ ഫലം അവർക്ക് കിട്ടുന്നു ജസ്റ്റ് ബൈ ചാൻറ്റിങ് ദ ഹോളി നെയിം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ചാൻറ്റിങ് ഓഫ് ദി ഹോളി നെയിംസ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കാണല്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, തുടങ്ങി ഇപ്പം നാമം ജപിക്കാൻ അല്ലേ? നമ്മൾ ഉറക്ക നാമം ജപിക്കുമ്പോൾ വീട്ടുകാർ തന്നെ പറയും, നാമം ജപിക്കാൻ തുടങ്ങി
എന്ന് പറയും. അത് അത്ര സില്ലി ആയിട്ട് എടുക്കല്ലേ. നമ്മൾ നാമം ജയിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല പ്യൂരിഫൈഡ് ആകുന്നത്, നമ്മളുടെ ചുറ്റുമുള്ള ആ അന്തരീക്ഷം വരെയും ശുദ്ധമാകുകയാണ്. അതിലുള്ള ഒരു പുഴുവോ ഒരു എന്താ കൊതുക് പോലും പ്യൂരിഫൈഡ് ആകുകയാണ്, ഒരു ചെടി പോലും പ്യൂരിഫൈഡ് ആകുകയാണ്. ഈ നാമങ്ങളും അതുപോലെ തന്നെ ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം വായിക്കുമ്പോൾ നമ്മൾ ആ അന്തരീക്ഷം തന്നെ പ്യൂരിഫൈ ചെയ്യാണ്. അപ്പൊ അത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അത് എല്ലാ ദിവസവും സെയിം തിങ് ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്ന, നമ്മൾ ഇത് ചെയ്യുന്ന മുഴുവനും അതിനു വേണ്ടിയാണ്. ഈവൺ ഈ ഭാഗവതം വായിക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും എല്ലാം അൾട്ടിമേറ്റ്ലി ടു കോൺസെൻട്രേറ്റ് ഓൺ ദ ഹോളി നെയിം. ആ ഹോളി നെയിമിൽ നമുക്ക് ആ ഫെയ്ത്ത് വരാൻ, ആ ഹോളി നെയിം നമ്മൾ ജപിച്ചാൽ നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുക്ക എത്താൻ പറ്റും എന്നുള്ള ആ ഒരു ഫെയ്ത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ കഥകളും എല്ലാം കേൾക്കുന്നത്. അപ്പോ ഇത്രയും പവർഫുൾ ആണോ ഭഗവാന്? ഭഗവാന്റെ പേരും ഭഗവാനും ആയിട്ട് വ്യത്യാസമില്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതും സെയിം ആണല്ലോ എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ നമുക്ക് അത് അടിച്ച് കേൾക്കണം. അത് ഒരു തവണയോ 2 തവണയോ കേട്ടാൽ അത് അകത്ത് കയറില്ല. അതിങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ അത് ശ്രവിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് അതിൻ്റെ ആ ഫുൾ ഇമ്പാക്റ്റ് നമ്മൾക്ക് മനസ്സിലാകുള്ളൂ. അതിനാണ് ഞാൻ പിന്നെയും പറയുന്നത്. അപ്പൊ ഇവിടെ ഗായത്രി മന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നു. അതുകൊണ്ടാണ് വ്യാസദേവൻ ധീമഹി എന്നുള്ള, അത് ഗായത്രി മന്ത്രത്തിന്റെ അകത്തുള്ള ഒരു വേർഡാണ് ആ ധീമഹി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കാൻ എപ്പോഴാണ് നമുക്കത് അതിനുള്ള ഇത് കിട്ടുന്നത്, യോഗ്യത കിട്ടുന്നത്? നമ്മൾ ബ്രാഹ്മണരാകണം. ബ്രാഹ്മണരാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പ്യൂരിഫൈഡ് ആകണം. അപ്പോഴേ നമുക്ക് ഈ ഗായത്രി മന്ത്രമൊക്കെ ജപിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയാണ്, ഈ ബ്രാഹ്മണിക്കൽ ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ടു ബി സിറ്റുവേറ്റഡ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ഗുഡ്നെസ് നമ്മള് ഭഗവാന്റെ ഈ ലീലകളും ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ജപിക്കണം എന്ന് പറയാണ്. അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ഹരേ കൃഷ്ണ. ആരാണ് ഇനി പറയുന്നത്? ഞാൻ വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്ക് അനുഭവവേദ്യമായ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ബാഹ്യശക്തിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭഗവത് ആന്തരിക ശക്തിയുടെ സൃഷ്ടിയായ സ്വരൂപ ആഖ്യാനങ്ങളാണ് ശ്രീമദ് ഭാഗവതം. ശ്രീല വ്യാസദേവൻ ഇരു ശക്തികളും തമ്മിലുള്ള ഭേദം ഈ ശ്ലോകത്തിൽ സ്പഷ്ടമായി വിശദീകരിക്കുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ ആന്തരിക ശക്തി യഥാർത്ഥമാണെന്നും അതേസമയം ഭൗതിക അസ്തിത്വ രൂപേണയുള്ള ഭഗവത് ബാഹ്യശക്തി മരുഭൂമിയിലെ മരുപ്പച്ചയെ പോലെ അവാസ്തവികവും മിഥ്യയുമാണെന്ന് ശ്രീല വ്യാസദേവൻ വ്യക്തമാക്കുന്നു. മരുഭൂമിയിലെ മരുപ്പച്ചയിൽ ജലമുണ്ടെന്ന പ്രതീതി വാസ്തവത്തിൽ തോന്നൽ മാത്രമാണ്. യഥാർത്ഥ ജലം മറ്റെവിടെയോ ആണ്. അതേപോലെ പ്രത്യക്ഷ വിശ്വസൃഷ്ടി യഥാർത്ഥമായി അനുഭവവേദ്യമാകുന്നുവെങ്കിലും വാസ്തവത്തിൽ ആത്മീയ ലോകത്തിന്റെ ഒരു പ്രതിഫലനം അഥവാ ഛായ മാത്രമാണ് അത്. നിരപേക്ഷ സത്യം കുടികൊള്ളുന്നത് ആത്മീയ ലോകത്താണ്, അല്ലാതെ ഭൗതിക ലോകത്തല്ല. ഭൗതിക ലോകത്ത് സർവ്വതും ആപേക്ഷിക സത്യമാകുന്നു, അതായത് പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഒരു സത്യം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറയാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണ സങ്കലനങ്ങളുടെ പരിണത ഫലമാണ് ഈ വിശ്വസൃഷ്ടി. മാത്രവുമല്ല, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങി ഉന്നത ദേവന്മാരുൾപ്പെടെ അസംഖ്യം ജീവി വർഗങ്ങളിൽ ജന്മമെടുത്ത പതിതാത്മാക്കളുടെ സംഭ്രാന്ത മനസ്സുകളെ യാഥാർത്ഥ്യമെന്ന മിഥ്യയിൽ നിലനിർത്തത്തക്ക വിധമാണ് ഈ അസ്ഥിരമായ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്പഷ്ട പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമായി യാതൊന്നും ഇല്ലെന്നതാണ് വാസ്തവം. പരമദിവ്യോത്തമ പുരുഷൻ പരിച്ഛദങ്ങളോടുകൂടി ശാശ്വതനായി വിരാജിക്കുകയാൽ ആത്മീയ ധാമത്തിൽ അകൃത്രിമ യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുകയാൽ ഭൗതിക ലോകം വാസ്തവികമായി അനുഭവപ്പെടുന്നു. ഹരികൃഷ്ണ. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ പാരഗ്രാഫിൽ പറയുന്ന ആ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിരിച്വൽ വേൾഡ് ആൻഡ് എന്താ
മെറ്റീരിയൽ വേൾഡ്. ഈ മെറ്റീരിയൽ ഭൗതിക വേൾഡും ആത്മീയ ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്, അല്ലെ? എന്ന് വെച്ചാല് ഈ ഭൂമിയിൽ, ഈ ഭൗതിക ലോകത്തില് ശരിക്കും അതിൽ ഒരു റിയാലിറ്റി ഇല്ല, ഒരു വാസ്തവമില്ല. അത് ശരിക്കും ആത്മീയ ലോകത്തിന്റെ ഒരു പ്രതിഛായ മാത്രമാണ്, ഒരു ഷാഡോ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് ഭഗവത്ഗീതയിൽ 15ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നതിലും അതിൽ പറയുന്നുണ്ട്. നമ്മളുടെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഇപ്പൊ ഒരു മരം നമ്മൾ ഒരു റിവറിന്റെ ബാങ്കിലുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ റിവറിൽ കാണുന്ന അതിന്റെ റിഫ്ലക്ഷൻ എങ്ങനെയിരിക്കും? തല തിരിഞ്ഞിരിക്കും, അല്ലെ? അതുപോലെയാണ് ഭൗതിക ലോകം. ആത്മീയ ലോകത്തിൽ കാണുന്നത് എല്ലാം തല തിരിഞ്ഞാണ് ഇവിടെ കാണുന്നത്. ഭൗതിക ആത്മീയ ലോകത്തിലും ഉണ്ട് പ്രേമവും ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ടുള്ള ലവ് ഒക്കെ അവിടെയും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു റിയൽ ലവ് ഇല്ല, അല്ലെ? ഇവിടെ നമ്മൾ എല്ലാം എന്താ സെൽഫിഷാണ്. ഈവൻ നമ്മള് അമ്മയും കുട്ടികളുമായിട്ടുള്ള പ്രേമം പോലും, ആ ഒരു സ്നേഹബന്ധം പോലും നമ്മൾ ആത്മീയ ലോകത്തിലെ സ്നേഹവുമായിട്ട് കമ്പാരബിളേ അല്ല. അവിടെയുള്ള ഭഗവാൻ ഇപ്പൊ നമ്മളോടുള്ളത്, എല്ലാ ഭക്തന്മാരോടുള്ള ആ സ്നേഹവും നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതൊരു പ്രതിഛായ മാത്രമാണ്. അബ്സല്യൂട്ട് ട്രൂത്ത്, അതിൻ്റെ എന്താ പറയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണണമെങ്കിൽ അത് ആത്മീയ ലോകത്തിൽ മാത്രമേ കാണുള്ളൂ. അത് ഇവിടെ ഉള്ളതെല്ലാം എങ്ങനെയാണ്? മരീചി പോലെയാണ് എന്ന് പറയുന്നു. ഡെസേർട്ടിൽ നമ്മൾ വെള്ളമുണ്ട് എന്ന് തോന്നി അവിടെ ചെല്ലുമ്പോൾ വെള്ളം ഇല്ല, അല്ലെ? അതൊരു മിറാജ് മാത്രമാണ്. അതുപോലെയാണ് നമ്മളുടെ ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും. എന്നിട്ട് ഇവിടെയുള്ള ട്രൂത്ത്, നമ്മളിവിടെ സത്യം എന്ന് പറയുന്നൊക്കെ റിലേറ്റീവ് സത്യങ്ങളാണ്. എന്ന് പറഞ്ഞാല് അത് ഒന്ന് വേറൊന്നിനെ ആശ്രയിച്ചാണ് നമ്മൾ സത്യങ്ങൾ പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് എന്ത് പറയാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ പറഞ്ഞപ്പോഴാ അത് ഒരു എക്സാമ്പിളായിട്ട് വന്നിരുന്നു. ഇപ്പൊ നമ്മള് ഈ സയന്റിസ്റ്റുകൾ തന്നെ അവര് ഓരോ ഗവേഷണങ്ങൾ, ഓരോ റിസർച്ച് ചെയ്ത് ഓരോന്ന് ഡിസ്കവറും ഒക്കെ ചെയ്യുമ്പോൾ, ഇൻവെൻഷനും ഒക്കെ അവര് ആദ്യം ഒരു ഹൈപ്പോത്തസിസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു റിലേറ്റീവ് ട്രൂത്ത്, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റിലേറ്റീവ് ട്രൂത്ത് ആണ് അവര് കണ്ടുപിടിക്കുന്നതെല്ലാം. അത് നാളെ ഒരു കാലത്ത് അത് തെറ്റായിട്ട് വേണമെങ്കിലും അത് ഭവിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. അത് വേറൊരു സത്യത്തെ ആശ്രയിച്ചാണ് ഈ സത്യം. ഒരു സത്യം വേറൊരു സത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാല് ആധ്യാത്മിക ലോകത്ത് എല്ലാം അബ്സല്യൂട്ട് ട്രൂത്താണ്. അതില് ഒരു വേറെ ഒന്നിനെ ആശ്രയിച്ചൊന്നുമല്ല, അത് പെർഫെക്റ്റ്ലി ട്രൂ ആണ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇതുപോലത്തെ മായകളൊന്നുമില്ല. എവിടെയാ? ഭഗവാന്റെ അവിടെ. അത് നിരസ്ത കുഹകം എന്ന് പറഞ്ഞാല് അത് ഇല്ലാത്ത, ഇങ്ങനെ മായ ഇല്ലാത്തത് ആണ് അവിടെയുള്ള പ്രത്യേകത. there is no illusion there. അവിടെ എല്ലാം പരമസത്യം തന്നെയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കാം. ശരി. ഹരേ കൃഷ്ണ. സങ്കീർണമായ നിർമ്മാണത്തിൽ മുഖ്യ നിർമ്മാതാവ്, അതായത് എഞ്ചിനീയർ, നേരിട്ട് ഏർപ്പെടുന്നില്ലെങ്കിലും തന്റെ നിർദ്ദേശത്താൽ നിർവഹിക്കപ്പെടുന്ന സർവ്വതിന്റെയും ഓരോ കോണിനെ കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. നിർമ്മാണത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ സമസ്ത
മേഖലകളെക്കുറിച്ചുള്ള നല്ല ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ ഈ വിശ്വപ്രപഞ്ചത്തിന്റെ പരമസ്രഷ്ടാവായ എഞ്ചിനീയറായ പരമദിവ്യോത്തമ പുരുഷന് ദേവന്മാരാൽ നിർവഹിക്കപ്പെടുന്ന സമസ്ത സംഗതികളുടെയും, അതായത് അപ്രധാന കാര്യങ്ങളെക്കുറിച്ചു പോലും പൂർണ്ണ ജ്ഞാനമുണ്ട്. ഈ ഭൗതിക സൃഷ്ടിയിൽ ബ്രഹ്മാവ് മുതൽ നിസാര ഉറുമ്പ് വരെ ആരും തന്നെ സ്വതന്ത്രരല്ല. ഭഗവത് കരങ്ങൾ എവിടെയും ദർശിക്കാം. സർവ ഭൗതിക വസ്തുക്കളും ആത്മീയ സ്ഫുലിംഗങ്ങളും ഭഗവാനിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും, അതായത് അത് എന്തു തന്നെയായാലും നിരപേക്ഷ സത്യവും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇരു ശക്തികളായ ഭൗതിക ആത്മീയ ശക്തികളുടെ പരസ്പര പ്രവർത്തന ഫലമാണ്. പരീക്ഷണശാലയിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും സംയോജിപ്പിച്ച് രാസപ്രവർത്തനം മുഖേന ജലം നിർമ്മിക്കാൻ ഒരു രസതന്ത്രജ്ഞന് കഴിയും. എന്നാൽ വാസ്തവത്തിൽ ആ ജീവാത്മാവ് പരീക്ഷണശാലയിൽ പരമദിവ്യോത്തമ പുരുഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നു മാത്രമല്ല, അയാൾ രാസപ്രവർത്തനം ഉപയോഗിക്കുന്ന രാസദ്രവ്യങ്ങൾ നൽകിയതും ഭഗവാനാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായ സർവ്വതിനെയും കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, സർവ സൂക്ഷ്മ വിശദാംശങ്ങളെ കുറിച്ച് പൂർണ്ണ അഭിജ്ഞനും സർവ സ്വതന്ത്രനുമാണ് ഭഗവാൻ. ഭഗവാനെ സ്വർണ്ണ ഖനിയോട് ഉപമിച്ചാൽ വിശ്വസൃഷ്ടിയായ സ്വർണത്തിൽ നിന്ന് നിർമ്മിച്ച വിവിധ വ്യത്യസ്തങ്ങളായ മോതിരം, വള, മാല എന്നിവയോട് താരതമ്യപ്പെടുത്താം. സ്വർണ്ണഖനിയും സ്വർണ്ണഹാരവുമൊക്കെ ഗുണപരമായി സ്വർണ്ണഖനിയിലെ സ്വർണവുമായി ഭിന്നമല്ലെന്നും പരിമാണത്തിൽ ഭിന്നമാണ്. ആകയാൽ നിരപേക്ഷ സത്യം ഒരേ സമയം ഏകവും വിഭിന്നവുമാകുന്നു. നിരപേക്ഷ സത്യത്തിന് സമതുലിതമായി യാതൊന്നും ഇല്ല. അതേസമയം നിരപേക്ഷ സത്യത്തിൽ നിന്നും സ്വതന്ത്രമായി യാതൊന്നും തന്നെയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് പറയുന്ന എന്താണ്? ഞാൻ ഈ എക്സാമ്പിൾ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ അല്ലെ സിവിൽ എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അയാൾക്ക് നല്ലോണം അറിയാം അല്ലെ. കണ്ട് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുന്നതുണ്ട്. കാണാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയും, ഇന്ന സംഗതികൾ ഇന്ന് തീർത്തിട്ടുണ്ട്, ഇന്ന് കോൺക്രീറ്റിങ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് കമ്പി ഇട്ടിട്ടുണ്ട്, ഇനി കോൺക്രീറ്റ് പോർ ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അസിസ്റ്റന്റ് പറഞ്ഞു കൊടുത്തറിയാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടും അറിയാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു എഞ്ചിനീയർ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഓരോ മൂലയിലും നടക്കുന്ന സംഗതികൾ അറിയുന്നത് പോലെയാണ് ഭഗവാനും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് എല്ലാം അറിയുന്നുണ്ട്. ഒന്നുമില്ലോ ഡയറക്റ്റ്ലി അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അറിയുന്നുണ്ട്. ഭഗവാൻ അതിൽ നേരിട്ട് ഇടപെടുന്നില്ല. അതെല്ലാം ദേവന്മാര് വഴിയാണ് എല്ലാ സംഗതികളും നടക്കുന്നത് എന്നുണ്ടെങ്കിലും ഭഗവാനെ എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അൻവയാദ് ഇതരത്ത് ചാർട്ടേഷു അഭിജ്ഞ സ്വരാട് എന്ന് പറയുന്നത്. അഭിജ്ഞ എന്ന് പറഞ്ഞാല് എല്ലാം അറിയുന്നുണ്ട്, അഭിജ്ഞം എന്ന് പറഞ്ഞാൽ അറിവുണ്ട്. എങ്ങനെയാ? അൻവയാദ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി, അല്ലെങ്കിൽ ഇത്തരത്ത് എന്ന് പറഞ്ഞാല് ഇൻഡയറക്ട്ലി. അപ്പൊ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇവിടെ നടക്കുന്നത് എല്ലാം ഭഗവാൻ അറിയുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഈ പ്രത്യേകിച്ച് സയന്റിസ്റ്റ് പറയും ദൈവത്തിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ കണ്ടോ തന്നെത്താനെ ഉണ്ടാക്കിയില്ലേ, വെള്ളം ഉണ്ടാക്കിയില്ലേ, അപ്പൊ ഭഗവാൻ ഇപ്പൊ വെള്ളം തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർത്ത് ഞങ്ങൾ വെള്ളം ഉണ്ടാക്കിയല്ലോ എന്ന് പറയും. പക്ഷേ ഈ ഹൈഡ്രജനും ഓക്സിജനും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആരാണ് തന്നത്? അത് ഭഗവാനാണ് തന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഭഗവാൻ ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ? എന്താന്ന് വെച്ചാൽ ഈ എല്ലാ സംഗതികളും ഉണ്ടാക്കുന്നതിന്റെ ആ എലിമെന്റ്സ് തരുന്നത് ഭഗവാനാണ് അല്ലെ. അതുകൊണ്ട് ഭഗവാൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാന് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലകൊള്ളുന്നത്. പിന്നെ പറയുന്നു
നമ്മളൊക്കെ ഇപ്പം ഈ ഉദാഹരണം സ്വർണത്തിന്റെ ഉദാഹരണം പറഞ്ഞു അല്ലെ. ഒരു ഭഗവാന് ഇപ്പം കമ്പയർ ചെയ്യാം, നമുക്കൊരു ഗോൾഡ് മൈന്, സ്വർണ്ണക്കനി ആണ് ഭഗവാന് എന്ന് വെച്ചിട്ട് നമ്മള് ആ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന മോതിരം, നെക്ലേസ്, അത് നമ്മളായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്താം. അപ്പൊ നമ്മള് ഭഗവാൻ ആ കനിയാണ്. ആ സ്വർണത്തിന്റെ മുഴുവനോട് സ്വർണം എന്ന് പറയുന്ന എല്ലാം എന്ന് പറയുന്നതാണ് ഭഗവാൻ. അതിൽ ഒരു അംശം മാത്രമാണ് നമ്മൾ വള ഉണ്ടാക്കാനും മാല ഉണ്ടാക്കാനും ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്താണ് അതിൽ നിന്ന് ആ മാലയിലോ സ്വർണ്ണ കാപ്പിന്റെ അകത്തോ ഉള്ള ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി ആ മൈനിലുള്ള ഖനിയിലുള്ള സ്വർണത്തിന് ഈക്വൽ ആണ് അല്ലെ. അതിന്റെ ഗുണം സെയിം ആണ്. എന്നാൽ ക്വാണ്ടിറ്റി വൈസോ അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ അളവ് മാതാജി, ശരി, അളവ്. അതിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ് അല്ലെ. അതിന്റെ ഗുണം ഒന്നാണ്, പക്ഷെ അളവ് വ്യത്യാസമാണ്. അത് ഇപ്പം നമ്മൾ ഒരു സമുദ്രത്തിലെ ഒരു വെള്ളം, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ എടുത്താല് അതിനെ നമ്മൾ കെമിക്കൽ അനലൈസ് ചെയ്യുമ്പം അതിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് അതിനുണ്ടോ, ഉപ്പുണ്ട് അല്ലെ, സോഡിയം ക്ലോറൈഡ് ഉണ്ട് എന്നൊക്കെ നമ്മൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എടുക്കുക. ആ സാഗരത്തിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എടുത്താലും സെയിം ആയിരിക്കും. അപ്പൊ ഗുണം ഒന്നാണ്, പക്ഷെ അതിന്റെ തോത് ഡിഫറെന്റ് ആണ്, അതിന്റെ അളവ് ഡിഫറെന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മള് ഭഗവാൻ സൈമൾട്ടേനിയസ്ലി വൺ ആൻഡ് ഡിഫറെന്റ്, നമ്മളുമായിട്ട് ഒന്നാണ് എന്നാൽ വ്യത്യാസവുമുണ്ട് എന്ന് ഉള്ള തത്വമാണ് ഇതിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി ആര്? ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് മുതൽ ചെറിയ ഉറുമ്പു വരെയുള്ള സർവ്വബദ്ധാത്മാക്കളും സൃഷ്ടികർമ്മം നിർവഹിക്കുന്നുവെങ്കിലും അവരാരും തന്നെ പരമപുരുഷനായ ഭഗവാനിൽ നിന്നും സ്വതന്ത്രരല്ല. അല്ലാതെ മറ്റൊരു സൃഷ്ടവുമില്ലെന്ന് ഭൗതികവാദികൾ അബദ്ധമായി ചിന്തിക്കുന്നു. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. അല്പജ്ഞാനിയാകയാൽ തന്റെ അപൂർവ ഇന്ദ്രിയങ്ങളുടെ വ്യാപ്തിക്ക് അതീതമായി വീക്ഷിക്കുവാൻ ഭൗതികവാദിക്ക് കഴിയുന്നില്ല. ആകയാൽ പരമപ്രജ്ഞയുടെ സഹായമില്ലാതെ ജഡവസ്തുക്കൾ സ്വയം രൂപം കൊള്ളുന്നുവെന്ന് ഭൗതികവാദി തെറ്റായി ചിന്തിക്കുന്നു. ഈ ശ്ലോകത്തിൽ വ്യാസദേവൻ ഈ ചിന്താഗതിയെ ഇപ്രകാരം ഖണ്ഡിക്കുന്നു. സർവ്വതിന്റെയും പ്രഭവ കേന്ദ്രം നിരപേക്ഷ സത്യമാകയാൽ യാതൊന്നും നിരപേക്ഷ സത്യത്തിന്റെ പരിധിയിൽ നിന്നും സ്വതന്ത്രമല്ല. ശരീരത്തിന് എന്തു തന്നെ സംഭവിച്ചാലും ശരീരി തൽക്ഷണം അതറിയുന്നു. അതുപോലെ മുഴുവനും സൃഷ്ടിയും നിരപേക്ഷ സത്യത്തിന്റെ ശരീരമാകയാൽ സൃഷ്ടിക്കുള്ളിൽ സംഭവിക്കുന്നതൊക്കെയും പ്രത്യക്ഷമായും പരോക്ഷമായും അവിടുന്ന് അറിയുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? നമ്മള് എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ കുട്ടികളെ ഉൽപ്പാദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. നമ്മള് അത് ഭഗവാന് അതിലൊരു പങ്കില്ലാതെ നമ്മൾക്ക് ഭഗവാനിൽ നിന്ന് നിന്ന് ഒരു സൃഷ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് ഭഗവാന് വിചാരിച്ചാൽ മാത്രമേ നമ്മൾക്ക് അത് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഭഗവാന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭഗവാനിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായിട്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ നിരീശ്വരവാദികളും ഈ മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൗതികവാദികള് അവര് വിചാരിക്കുന്നത് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നതെല്ലാം എന്ന് വിചാരിക്കുന്നു. അത് അവര് മായയിലാണ്. അവര് ഈ മായ എന്ന് പറഞ്ഞാല് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വാസ്തവമല്ല. അത് അവര് ചിന്തിക്കുന്നത് അവര് സത്യം അറിയാതെ അവര് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ 4 നമ്മളുടെ ഡിഫെക്ട്സ് പറഞ്ഞു. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എന്താണ് 4 ഡിഫെക്ട്സ് ഉള്ളതെന്ന്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ദേ മേക്ക് മിസ്റ്റേക്സ്, അവര് തെറ്റ് പ്രവർത്തിക്കുന്നു. ദേ ഹാവ് ദ പ്രൊപ്പൻസിറ്റി ടു ചീറ്റ്, അവർക്ക് ബാക്കിയുള്ളവരെ ചതിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. പിന്നെ
ദേ ഹാവ് ഇംപെർഫെക്റ്റ് സെൻസസ് എന്ന് പറഞ്ഞു. അവരുടെ ഇന്ദ്രിയങ്ങള് അപൂർവമാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ടായിരുന്നത് they make mistakes, they have the propensity to cheat. പിന്നെ അവര് ഇല്യൂഷൻഡ് ആണ്, അവര് മായയിൽ പെട്ടിരിക്കുകയാണ്, അവർക്ക് സത്യം അറിയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ 4 ഡിഫിഷ്യൻസീസ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവര് ആ അപൂർവമായ ഇന്ദ്രിയങ്ങള്, ഈ അപൂർവമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റാത്ത. ഈ കണ്ണുകൾക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അങ്ങനെ എല്ലാ നമ്മളുടെ ഇന്ദ്രിയങ്ങളും അപൂർവമാണ്, അപൂർണമാണ്, അപൂർവമല്ല അപൂർണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഭഗവാന്റെ ആ സുപ്പീരിയർ ഇന്റലിജൻസ് നമുക്ക് അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഭഗവാന് എത്ര ബുദ്ധിയുണ്ട്, നമ്മളെക്കാളും എത്ര വലിയ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചതും ഈ എല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അത്ര നമ്മള് ഈ നമ്മളുടെ ഡിഫെക്ട്സിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ അത് ഈ വ്യാസദേവൻ പറയാണ്, എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ആരാണ്? ഭഗവാനാണ്. എല്ലാത്തിൻ്റെയും സോഴ്സ് ഭഗവാനാണ് എന്ന് പറയുകയാണ്, അല്ലെ? അത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, 10.8 പറയുന്നുണ്ട്. എന്താണ്? അഹം സർവസ്വ പ്രഭവോ എനിക്ക് വേഴ്സസ് കിട്ടില്ല കേട്ടോ. അപ്പം അതിൽ പറയുന്ന എന്താണ്? ഈ ഭൗതികവും ആത്മീയവുമായ ലോകത്തിലുള്ള എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ തന്നെ പറയാണ്, എല്ലാം വരുന്നത് ഞാനാണ്, അതിൻ്റെ എല്ലാം ഉത്ഭവ സ്ഥാനം എന്നിൽ നിന്നാണ് എന്ന് പറയുന്നു. അപ്പൊ അതാണ് ഇവിടെയും പറയുന്നത്. വ്യാസദേവൻ പറയുന്നു, എല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നാണ്. നമ്മളുടെ ശരീരത്തില് എന്തെങ്കിലും ഒരു വേദന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാകും, അല്ലെ? വേറൊരാൾക്ക് നമ്മളുടെ ശരീരത്തിലുള്ള വേദന മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ ബോഡിയില് എവിടെയെങ്കിലും ഒരു നഖത്തിൽ പോലും എന്തെങ്കിലും ഒരു ഇത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ ഭഗവാന്റെ ശരീരമാണ് ഈ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരം ഭഗവാന്റെ ഈ ലോകം എന്ന് പറയുന്ന ഭഗവാന്റെ ശരീരമായതുകൊണ്ട് തന്നെ എവിടെ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഭഗവാൻ അറിയുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഭഗവാന് മനസ്സിലാക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്നതൊന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്താന്ന് വെച്ചാൽ ഭഗവാന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫുൾ ക്രിയേഷൻ ഭഗവാന്റെ ശരീരമാണ് എന്ന് പറയുന്നു. അത് നമ്മൾ ഭഗവത്ഗീതയിലും 11ാമത്തെ ചാപ്റ്റർ അതിനെക്കുറിച്ചാണ്. വിരാട രൂപം, ഭഗവാന്റെ ഈ ഭൗതിക ലോകം മുഴുവനും ഒരു വിരാട രൂപം, ഭഗവാന്റെ തന്നെ ഒരു രൂപമാണ്, ശരീരമാണ്. എന്നിട്ട് അതിൽ ഓരോന്ന് ദേവന്മാരും എല്ലാം ഭഗവാന്റെ ഈ ശരീരത്തിലെ ഓരോ പാർട്സ് ആണ് എന്ന് ഭഗവത്ഗീത 11ാമത്തെ ചാപ്റ്ററിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെയും പറയുന്നത്. ഈ ക്രിയേഷൻ മുഴുവനും ഭഗവാന്റെ ശരീരമാണ്, അതുകൊണ്ട് അവിടെ നടക്കുന്നതെല്ലാം ഭഗവാൻ അറിയുന്നു എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനി ഒരു പാരഗ്രാഫും കൂടി നമുക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. ഹരേ കൃഷ്ണ മാതാജി. ജയ് ശ്രീല പ്രഭുപാദ്. സർവ്വതിന്റെയും ആത്യന്തിക സ്രോതസ് നിരപേക്ഷ സത്യം അഥവാ ബ്രഹ്മമാണെന്ന് ശ്രുതി മന്ത്രത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. സർവ്വതും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു, സർവ്വതും ഭഗവാനിൽ സംരക്ഷിക്കപ്പെടുന്നു. അന്തിമത്തിൽ സർവ്വതും വിലയം പ്രാപിക്കുന്നതും ഭഗവാനിലാണ്. പ്രകൃതി നിയമമാണത്. സ്മൃതി മന്ത്രത്തിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ബ്രഹ്മാവിന്റെ വർഷാരംഭത്തിൽ സർവ്വതും ഉത്ഭവിക്കുന്ന സ്രോതസ്സും സർവ്വതും ആത്യന്തികമായി സന്നിവേശിക്കുന്ന സംഭരണിയും നിരപേക്ഷ സത്യം അഥവാ ബ്രഹ്മമാകുന്നു. ഗ്രഹസമൂഹങ്ങളുടെ ആത്യന്തിക കേന്ദ്രം സൂര്യനാണെന്ന്
ഭൗതിക ശാസ്ത്രജ്ഞൻ അന്ധമായി കരുതുന്നു. എന്നാൽ സൂര്യന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് വിശദമാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ ഗ്രന്ഥത്തിൽ അഥവാ ആത്യന്തിക സ്രോതസ്സിനെ വിശദമാക്കിയിരിക്കുന്നു. വേദസാഹിത്യമനുസരിച്ച് ഇവിടെ സൂര്യനോട് ഉപമിക്കാവുന്ന ബ്രഹ്മാവ് ആദ്യോത്തമ പുരുഷൻ ബ്രഹ്മദേവന് വേദവിജ്ഞാനം പ്രദാനം ചെയ്തതെന്ന് ഈ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ബ്രഹ്മദേവൻ പ്രഥമ ജീവാത്മാവാകയാലും ആ സമയത്ത് മറ്റൊരു ജീവാത്മാവും നിലവിലില്ലാത്തതിനാലും ബ്രഹ്മദേവൻ മറ്റൊരാളാൽ പ്രചോദിതനാകുന്നത് സാധ്യമല്ലെന്ന വാദം ഉയർന്നേക്കാം. എന്നാൽ രണ്ടും സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ സൃഷ്ടി നിർവഹണത്തിനായി പരമദിവ്യോത്തമ പുരുഷൻ പ്രചോദിതനാക്കിയെന്ന് ഈ ഗ്രന്ഥത്തിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ആകയാൽ സമസ്ത സൃഷ്ടിയുടെയും പിന്നിൽ വർത്തിക്കുന്ന പരമപ്രജ്ഞ നിരപേക്ഷനും പരമദിവ്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. സകല ദ്രവ്യങ്ങളും ഉൾക്കൊള്ളുന്ന സർഗാത്മ ശക്തി പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആകയാൽ വ്യാസദേവൻ ബ്രഹ്മദേവനെ ആരാധിക്കുന്നില്ല, മറിച്ച് ബ്രഹ്മദേവന് സൃഷ്ടികർമ്മം നിർവഹിക്കുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്ന പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്നു. ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഭിജ്ഞ, സ്വരാട് എന്നീ പദങ്ങൾ വിശേഷ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ഈ ഇരു പദങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മറ്റെല്ലാ ജീവസത്തകളിൽ നിന്നും വ്യതിരിക്തനാക്കുന്നു. പൂർണ്ണാഭിജ്ഞനും അതായത് അഭിജ്ഞ, പൂർണ്ണ സ്വതന്ത്രനുമായി അതായത് സ്വരാട് മറ്റൊരു ജീവസത്തയുമില്ല. സൃഷ്ടി നിർവഹണത്തിന് ബ്രഹ്മദേവന് പോലും ഭഗവാനെ ധ്യാനിക്കേണ്ടതായി വരുന്നു. എന്നിരിക്കെ ഐൻസ്റ്റീനെ പോലുള്ള മഹാത്മാരായ ശാസ്ത്രജ്ഞരെ കുറിച്ച് അഭിപ്രായപ്പെടുവാൻ അത്രയും ബുദ്ധിശക്തിയുള്ള ശാസ്ത്രജ്ഞരുടെ മസ്തിഷ്കം നിശ്ചയമായും മനുഷ്യ സൃഷ്ടി അല്ല തന്നെ. അത്തരമൊരു മസ്തിഷ്ക സൃഷ്ടി നടത്തുക ശാസ്ത്രജ്ഞരാൽ അസാധ്യമാണെന്നിരിക്കെ ഭഗവത് അധികാരത്തെ നിഷേധിക്കുന്ന മൂഢ നാസ്തികരെ കുറിച്ച് എന്താണ് പറയുക? ഭഗവാനുമായി താദാത്മ്യം പ്രാപിക്കുമെന്ന് സ്വയം വ്യാജസ്തുതി ചെയ്യുന്ന അവ്യക്തഗതവാദികളായ മായാവാദികൾ പോലും പൂർണ്ണ അഭിജ്ഞരും പൂർണ്ണ സ്വതന്ത്രരുമല്ല. ഭഗവാനുമായി താദാത്മ്യം പ്രാപിക്കുന്നതിനാവശ്യമായ ജ്ഞാനാർജനത്തിനായി അത്തരം നിർവ്യക്തവാദികൾ കഠിന തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നു. എന്നാൽ അവരൊക്കെ അവസാനം ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും നിർമ്മിക്കുന്നതിനാവശ്യമായ ധനം നൽകുന്ന ചില സമ്പന്ന ശിഷ്യരെ ആശ്രയിക്കുന്നവരായി തീരുന്നു. ഭഗവത് അധികാരത്തെ നിന്ദിക്കുന്നതിന് മുൻപായി നാസ്തികരായ രാവണനും ഹിരണ്യകശിപുവും ഒക്കെ അതികഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ അന്തിമത്തിൽ ക്രൂരമായ മൃത്യുസ്വരൂപനായി ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിസ്സഹായരായും നിരാശ്രയരായും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഭഗവാന്റെ അധികാരത്തെ പുച്ഛിക്കാൻ ധൈര്യപ്പെടുന്ന ആധുനിക നാസ്തികരുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. അവണ്ണമുള്ള നാസ്തികർക്കും സമാന അന്ത്യം സംഭവിക്കും. ചരിത്രം ആവർത്തിക്കപ്പെടും. എപ്പോഴൊക്കെ മനുഷ്യർ ഭഗവത് അധികാരത്തെ നിന്ദിക്കുന്നുവോ നിഷേധിക്കുന്നുവോ അപ്പോഴൊക്കെ പ്രകൃതിയും പ്രകൃതി നിയമങ്ങളും അവരെ ശിക്ഷിക്കുന്നുവെന്ന് ഭഗവത്ഗീതയിലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ എന്ന പ്രശസ്ത ശ്ലോകത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, അപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു. ഭഗവത്ഗീത 4:7. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? ഈ എല്ലാരും വിചാരിക്കുന്നു ബ്രഹ്മാവാണ് ഏറ്റവും വലുതെന്ന്, അല്ലെ? ബ്രഹ്മാവാണ് ആദ്യ പുരുഷൻ. അപ്പം ബ്രഹ്മാവിൽ നിന്നാണ് എല്ലാ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ബ്രഹ്മാവാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന്. ഇത് നാരദൻ, ബ്രഹ്മാവിന്റെ മകനായ നാരദനും ഈ സംശയം വന്നു. ബ്രഹ്മാവല്ലേ എല്ലാം സൃഷ്ടിക്കുന്നത്, അപ്പൊ ബ്രഹ്മാവാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോ ബ്രഹ്മാവും ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന കാണുന്നു. അപ്പൊ ചോദിക്കും, അച്ഛൻ ആരെയാണ് ഈ ധ്യാനിച്ചിരിക്കുന്നത്? അങ്ങല്ലേ ഇവിടുത്തെ എല്ലാ സൃഷ്ടി ചെയ്യുന്നത്, അപ്പൊ അങ്ങല്ലേ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് ചോദിക്കും. അപ്പൊ ബ്രഹ്മാവ് പറയും, അല്ല, കൃഷ്ണനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. ഭഗവാനാണ് എനിക്ക് ഈ ക്രിയേറ്റീവ് എനർജി തരുന്നതും ഭഗവാനാണ്. ഞാൻ ധ്യാനത്തിൽ ആണ് ഭഗവാൻ എനിക്ക് ഈ എനർജി തരുന്നതും ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് ഈ നോളജ് എല്ലാം തരുന്നത്, ഈ ജ്ഞാനം തരുന്നതെല്ലാം ഭഗവാനാണ്. ഈ ശ്ലോകത്തിലും അതാണ് പറയുന്നത്, അല്ലേ?
തേനേ ബ്രഹ്മ ഹൃദയ ആദി കവയെ എന്ന് പറയുന്നു. ആദി കവിയായ ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ജ്ഞാനം പകർന്നു കൊടുത്തതും ഭഗവാനാണ് എന്ന് പറയുന്നു അല്ലെ. അപ്പം ഈ സൃഷ്ടി ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്, അതിന് ആവശ്യമുള്ള എലിമെന്റ്സ് കൊടുത്തതും ഭഗവാനാണ്. അത് എങ്ങനെ സൃഷ്ടി നടത്തണം എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അല്ലെ. എന്നിട്ട് ഒരു ഫുട് പ്രിന്റ്, ഒരു ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ട് ഇതുപോലെ വേണം സൃഷ്ടിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന് ബ്രഹ്മാവിൻ്റെ അടുത്ത്. എന്നിട്ട് ബ്രഹ്മാവിനും ബിവിൽഡേർഡ് ആവുന്നു. ബ്രഹ്മാവിനും എന്താ ഭഗവാനാണോ വലുത് എന്നുള്ള സംശയം ബ്രഹ്മാവിന് പോലും തോന്നുന്നുണ്ട് അല്ലെ. അത് ഞാന് ബ്രഹ്മാവിന്റെ വിമോഹന ലീല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ എല്ലാവർക്കും ഈ ഒരു ഇതൊക്കെ ആണെങ്കിലും ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ് അതും. നമ്മള് ബിവിൽഡേർഡ് ആകുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ സംഭ്രമപ്പെടുന്നു. നമ്മൾ ഇതാണോ സത്യം അതാണോ സത്യം എന്ന് നമ്മൾക്കും തിരിച്ചറിയാൻ വയ്യാതാവുന്നു. ബ്രഹ്മാവിന് പോലും അങ്ങനെ സംഭവിക്കുന്ന നമ്മുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ എന്താ പറ്റുന്ന? ഭഗവാൻ മനഃപൂർവ്വം നമ്മളെയൊക്കെ ഇങ്ങനെ ബിവിൽഡർ ചെയ്യുന്നതല്ല. നമ്മൾക്ക് ഭഗവാനെ വേണം എന്നുള്ള നിശ്ചയമായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാല് ഭഗവാൻ നമ്മളെ അവിടെ എത്തിക്കും. പക്ഷെ നമ്മൾ ഈ ലോകത്തിന്റെ ഈ എന്താ പറയുന്ന ഗ്ലിറ്റേഴ്സിൽ കണ്ട് നമ്മൾ അതിൽ ഭ്രമിച്ചു പോയാല് ഭഗവാന് ഓക്കെ നിങ്ങൾ ഭ്രമിച്ചോ എന്ന് പറയും. അതാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കണ്ണിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അതുകൊണ്ട് പറയുകയാണ് ബ്രഹ്മാവല്ല ഏറ്റവും ക്രിയേഷനില് ഏറ്റവും വലിയ ആള്, അതിലും വലുതാണ് ഭഗവാൻ, പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വ്യാസദേവൻ ബ്രഹ്മാവിനെ അല്ല സ്തുതിക്കുന്നത്, ബ്രഹ്മാവിനെ അല്ല ആരാധിക്കുന്നത്, പകരം ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ഭഗവാനെയാണ്. എന്നിട്ട് നമ്മൾ ഈ മെറ്റീരിയൽ സയന്റിസ്റ്റ് പോലത്തെ ആൾക്കാരൊക്കെ അവര് വിചാരിക്കുന്നു അവരാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, അവരാണ് ഡിസ്കവർ ചെയ്യുന്നത്, അവരാണ് ഇൻവെന്റ് ചെയ്യുന്നത്, അവര് എല്ലാം അറിവുള്ള ആളാണ് എന്നൊക്കെ. ഈവൻ ഐൻസ്റ്റീനെ കുറിച്ച് പറയുന്നു, ഐൻസ്റ്റീൻ ഇങ്ങനെ ഒരു ബ്രെയിൻ കൊടുത്തതും ഭഗവാനാണ് അല്ലെ. ഭഗവാന്റെ ഇച്ഛയല്ല ഇല്ലെങ്കിൽ ഐൻസ്റ്റീന്റെ ബ്രെയിനും വർക്ക് ചെയ്യില്ല. അപ്പൊ എല്ലാത്തിൻ്റെയും കാരണം എല്ലാ കാര്യങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. കാരണം എല്ലാത്തിൻ്റെയും കാരണം ഭഗവാൻ തന്നെയാണ് എന്ന് ഇവിടെ പറയുകയാണ്. അത് ഈ ഫൂളിഷ് ആയിട്ടുള്ള എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികള് ഭഗവാന്റെ അതോറിറ്റിയെ അവര് നിഷേധിക്കുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഭഗവാൻ തന്നെയാണ് എല്ലാം സൃഷ്ടിച്ചത്. അവരങ്ങനെ വിചാരിച്ചു എന്ന് വെച്ചോണ്ട് അവര് ഭഗവാൻ ഇല്ലാതാവുന്നില്ല. ഭഗവാനുണ്ട്, ഭഗവാനാണ് ഏറ്റവും വലുത്. അത് ആര് നിഷേധിച്ചാലും ആ ഒരു സത്യം ഇറ്റ് റിമെയിൻസ് സത്യം. അത് നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും അതാണ് യാഥാർത്ഥ്യം. അത് അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കറിയില്ല, ആദ്യമായിട്ട് ഈ സ്പിരിച്വാലിറ്റിയിൽ വരുന്നവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇതൊക്കെ ചുമ്മാ ഓരോന്നാണ്, വ്യാസദേവന്റെ മനോഗതങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇസ്കോൺകാരുടെ ഇതാണ് എന്ന് പറയുമായിരിക്കും. എല്ലാവർക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് തോന്നുന്നത് ചിന്തിക്കാൻ. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന കൃഷ്ണനാണ് എല്ലാത്തിൻ്റെ സോഴ്സ്. അത് കൃഷ്ണൻ തന്നെ പ്രഖ്യാപിക്കുന്നു ഭഗവത്ഗീതയിലൂടെ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ സത്യം അത് തന്നെയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ നമുക്ക് 12 മണി കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഇപ്പൊ പറഞ്ഞതിനോടൊരു സാമ്യമുണ്ട്. ഇന്നലെ മിനിയാന്ന് വിമാനപാഠം നടന്നപ്പോൾ ഒരു മാതാജി മരിച്ചല്ലോ അപകടത്തില്.
കേൾക്കാവാ? എവിടെ? ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു എവിടെയെങ്കിലും ഗുജറാത്തിലൊരു വിമാനാപകടം ഉണ്ടായല്ല. ആ ആ അന്നേരം ഒരു മാതാജി മരിച്ചല്ലോ. അന്നേരം അതെ അതിന്റെ അതെ താഴത്ത് അവിടെ ഭഗവത്ഗീത കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഭഗവത്ഗീത അതെ അവിടെ അതെ നിന്ന് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതെ. അതിനകത്ത് മുഴുവൻ ഹിന്ദുക്കളാണ് ഭഗവത്ഗീതനെ കുറിച്ച് മോശമായ കമന്റുകൾ ഇടുന്നത്. അത് എന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ? നമ്മള് ഈ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങള് കുറെ കൂടി സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യകതയാണ് അത് കാണിക്കുന്നത്. നമ്മള് ലോകത്തെ എല്ലാ മുക്കിലും മൂലയിലും ഇത് എത്തിക്കണം. ഈ ഭഗവാന്റെ മഹിമകൾ നമ്മൾ എത്തിക്കണം. അത് നമ്മളുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഭാരതത്തിൽ ജനിച്ചവരുടെ എല്ലാവരുടെയും കർത്തവ്യമാണ് ഈ ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും ഇത് എത്തിക്കുക എന്നുള്ളത്. എന്നാലേ നമ്മൾ അവരുടെയൊക്കെ മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുന്നത്, ബാക്കിയുള്ള റിലിജൻസ് ഉള്ളവർ പോലുമല്ല. അപ്പൊ അതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഇനിയും നമ്മൾക്ക് കുറെ ഡ്യൂട്ടി ഉണ്ട്. അത് നമ്മൾ ഈ ഇതിൽ ചേർന്നിരിക്കുന്ന ഓരോ പേരുടെയും ഡ്യൂട്ടിയാണ്. നമ്മൾ ഇത് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ബാക്കിയുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഒരു കർത്തവ്യമാണ്. ഹരേ കൃഷ്ണ. അതാണ് ഇത് കാണിക്കുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ അപ്പൊ പലർക്കും തോന്നും അല്ലേ, എന്താന്ന് വെച്ചാൽ ഓക്കെ അതിൻ്റെ അകത്ത് കുറെ ഭക്തന്മാരുണ്ടായിരുന്നു. ആ ഭഗവത്ഗീത കിട്ടിയത് അതിൻ്റെ ഒരു തെളിവാണ് അല്ലേ, അവിടെ ഭക്തന്മാരുണ്ടായിരുന്നു ആ ഇതില് എന്ന്. എന്നിട്ട് എന്തിന് ഭഗവാൻ ഇങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്തു എന്ന് പലർക്കും തോന്നാമായിരിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അവർ ഇതുപോലത്തെ കമന്റ്സ് ഒക്കെ എഴുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ബ്രഹ്മാവ് ഓരോ ശരീരം സൃഷ്ടിക്കുമ്പോഴും അതിനൊരു എക്സ്പയറി ഡേറ്റും കൂടെ ഇട്ടിട്ടാണ് വിടുന്നത്. അത് നമ്മളുടെ പല കർമ്മങ്ങള്, അത് ഒരു ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളല്ല, പല ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങള് സ്വരൂപിച്ച് ഈ ജന്മത്തില് അത് പ്രാരബ്ധ കർമ്മം ആയിട്ട് ഒരു, ഞാൻ പറഞ്ഞിരുന്നു ഒരു തവണ, മേരുപർവ്വതമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മൗണ്ടന്. ആ മേരുപർവ്വതത്തിനെക്കാട്ടിലും ഹൈറ്റും അതിനെക്കാട്ടിലും വോളിയം ഉണ്ട് നമ്മളുടെ കർമ്മങ്ങൾ, നമ്മൾക്ക് അനുഭവിക്കാനുള്ള കർമ്മങ്ങൾ. അതിൽ ഒരു സഞ്ചിക്കകത്ത് ഒരു ഇത്തിരി ഇട്ടാണ് നമ്മളെ വിടുന്നത് ഈ ജന്മം അനുഭവിക്കാൻ. അതിനാണ് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ കിടക്കുന്നു അവിടെ കുറെ. അത് പക്ഷേ എന്താ നമ്മൾ ചെയ്യുന്ന, ഈ ജന്മം നമ്മൾ അത് തീർക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ധാരാളം കർമ്മങ്ങൾ പിന്നെയും ചെയ്ത് കൂട്ടുകയാണ് അല്ലെ. അപ്പൊ അതും വന്ന ആ മേരു പർവ്വതം വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും കർമ്മങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് തിരിച്ച് ഭഗവാന്റെ അടുക്ക എത്തുന്നതിന് മുമ്പ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഒറ്റ അടിക്ക് കളയാൻ പറ്റും? അത് നാമസങ്കീർത്തനത്തിൽ കൂടി മാത്രമേ നടക്കുള്ളൂ. അത് എന്തിനാ ഞാൻ പറഞ്ഞു വന്നത്? അപ്പൊ അങ്ങനെ കുറെ കർമ്മങ്ങളുണ്ട്. അവർക്ക് ആ എക്സ്പയറി ഡേറ്റിന്റെ കൂടെ എഴുതിയിട്ടുണ്ട് എവിടെ വെച്ച് എങ്ങനെ എന്ത് തരത്തിലാണ് നമ്മൾ മരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അകത്തുണ്ട്, ഏത് സമയം ഏത് തരത്തിലെന്ന്. അപ്പൊ അതനുസരിച്ച് അങ്ങനെ കുറെ പേര് ആ സെയിം ഇതിൽ മരിക്കേണ്ട ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഇങ്ങനത്തെ അപകടങ്ങൾ വരുന്നത്. അപ്പം മോർ ദാൻ അയ്യോ ഈ അപകടം വന്നല്ലോ, ഭഗവാൻ അത് എന്തിനു ചെയ്തു? ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മളുടെ ഓൺ കർമ്മമാണ് അല്ലെ. അതിന് നമ്മൾ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാന്റെ കൂടെ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു ഗോലോകത്ത്. അവിടെ നിന്ന് നമ്മൾ എന്തിനാ വന്ന? നമ്മൾ തന്നെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്താണ് നമുക്ക് നമുക്ക് ഈ ഭൗതിക ലോകത്ത് വരണം, ഭഗവാൻ ഇല്ലാതെ എനിക്ക് സന്തോഷിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് വന്നതാണ്. അപ്പൊ അതിന്റെ കൂടെ എന്താ മായ അപ്പൊ നമ്മളെ ഇതുപോലെ ഓരോ മിസറീസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മിസറീസിൽ നിന്ന് നമുക്ക് പോകണം, തിരിച്ച് നമുക്ക് അയ്യോ എനിക്ക് വേണ്ടായേ, എനിക്ക് തിരിച്ചു വരണം ഭഗവാന്റെ അടുത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോധം വരുന്ന കാലത്ത് നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കും.
നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഈ കലിയുഗത്തിൽ അതാണ് ഏറ്റവും ഇഫക്റ്റീവ്. എന്നാൽ ശരി, ഞാൻ നാമം ജപിച്ച് വേഗം എത്തട്ടെ. അപ്പൊ കലികാലത്തിൽ കുറേ ദോഷങ്ങളുണ്ടെങ്കിലും അതിലുള്ള ഒരു നല്ല ക്വാളിറ്റി എന്താണ്? നമുക്ക് വേഗം ഇവിടുന്ന് പോകാം. ജസ്റ്റ് ചാൻറ്റ് ചെയ്താൽ മതി. അല്ലാതെ 10,000s of years നമുക്ക് തപസ് ചെയ്യുകയും യജ്ഞങ്ങൾ നടത്തുകയും ഒന്നും ചെയ്യണ്ട. നമുക്ക് വെറുതെ ഇരുന്ന് നാമം ജപിച്ചാൽ മതി. അപ്പൊ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ആ മരിച്ചവരില് എത്ര പേര് ഇനി തിരിച്ച് ഒരു ഹ്യൂമൻ ബോഡി കിട്ടും എന്നുള്ളത് അറിയില്ല അല്ലേ? ആരാണ് സ്പിരിച്വലി ഡെവലപ്ഡ് ആയത് അവർക്ക് മാത്രമേ ഇനി അടുത്ത ജന്മം ഒരു മനുഷ്യ ശരീരം കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ പലരും അതില് പുഴുവായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പോകുന്നു അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനത്തെ ആക്സിഡൻസും ഒക്കെ ഉണ്ടാകുമ്പോ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾക്കും ഇതുപോലെ ഒരു ഡേറ്റ് ഉണ്ട്. നമ്മളുടെയും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഡേറ്റ്. ആ ഡേറ്റ് എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്രയും നമുക്ക് പ്രോഗ്രസ് ചെയ്യാമോ സ്പിരിച്വലി അത്രയും പ്രോഗ്രസ് ചെയ്യാം. അത് 20% 30% എത്രയും അത് കൂട്ടാൻ നോക്കുക. നമ്മൾ 100 വരെയും എത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും നമ്മൾ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടാനുള്ള സാധ്യത കൂടുന്നു. എന്താ വെച്ചാൽ മനുഷ്യ ജന്മത്തെ നമുക്ക് പ്രോഗ്രസ് ഉള്ളൂ അല്ലേ? അപ്പൊ മനുഷ്യ ജന്മം കിട്ടാനുള്ള സാധ്യത നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളുടെ പുറകെ ഓരോ ബോഡി ഇങ്ങനെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത് തന്നെ കയറാൻ വേണ്ടി. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ ഭഗവാൻ എന്തിന് ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാൻ അല്ല ഇതിനൊക്കെ ഉത്തരവാദി, നമ്മൾ തന്നെയാണ്. അതിനുള്ള ഒരു ചെറിയ ഇൻഡിപെൻഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. നമുക്ക് ചൂസ് ചെയ്യാം, ഡു വി വോണ്ട് ടു ഡു ദിസ് ഓർ ദാറ്റ്. ആ ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് മനുഷ്യ ജന്മത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ വി ക്യാൻ ഐദർ ചൂസ് സ്പിരിച്വാലിറ്റി ഓർ മെറ്റീരിയൽ ലൈഫ്. എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ആ ഒരു വിവേകം നമുക്ക് തന്നിട്ടുണ്ട്, ആ ഒരു ഇൻഡിപെൻഡൻസ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൃഷ്ണൻ സ്വരാടാണ്, നമ്മൾ ആരും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന്. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് തന്നിട്ടുണ്ട്. അതെന്തിനാണ്? നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ. അത് പൂച്ചയ്ക്കോ പട്ടിക്കോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആനിമൽസ് എവല്യൂഷനിലാണ് വരുന്നത്. അവർക്ക് ഈ 4 പ്രക്രിയകളേ ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞ കഴിക്കുക, ഉറങ്ങുക, ഈ 4 പ്രക്രിയകളെ അവർക്കുള്ളൂ. അപ്പൊ അവരുടെ കോൺസെൻട്രേഷനും അവരുടെ തലച്ചോറും അത്രേ ഡെവലപ്പ് ആയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് അടുത്ത ഒരു സ്റ്റേജില് എവല്യൂഷനില് അവര് പട്ടി എന്നുള്ളത് പിന്നെ വേറെ എന്താണെന്ന് എനിക്കറിയില്ല, അതാകണം എന്നുണ്ടെങ്കിൽ അത് നാച്ചുറലി ആകും. അവർക്ക് ഇത്ര ജന്മം പൂച്ചയായിട്ട് ഇരിക്കണം, അത് കഴിയുമ്പോൾ നാച്ചുറലി അവർ പട്ടിയാകും. പക്ഷെ മനുഷ്യ ജന്മത്തിലെത്തുമ്പോൾ അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് നാച്ചുറലി എവല്യൂഷൻ വഴിയല്ല. അത് നമ്മൾ തന്നെ പ്രയത്നിച്ച് ഒന്നുമില്ലോ നമുക്ക് തിരിച്ച് ഭൗതിക ലോകത്ത് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് ചെല്ലാം. അപ്പൊ ഈ ഡിപ്പെൻസ് ഓൺ ആ ഗ്രാവിറ്റേഷണൽ പുള്ള് എങ്ങോട്ടേക്കാണ് എന്നുള്ളതാ. ആ ഗ്രാവിറ്റേഷണൽ പുള്ള് നമ്മൾ വേൾഡ്ലി തിങ്സിനോടാണ് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആ വേൾഡ് നമ്മളെ ഗ്രാവിറ്റി വഴി കൊണ്ട് നമ്മളെ പുള്ള് ചെയ്ത് ലോകത്തേക്ക് ഇടും, ഭൗതിക ലോകത്തിലിടും. എന്നാൽ ഭഗവാനോടുള്ള സ്നേഹമാണ് നമ്മൾക്ക് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്നേഹം നമ്മളെ പുള്ള് ചെയ്ത് അങ്ങോട്ടേക്ക് എടുക്കും. അപ്പൊ അത് ഇറ്റ് ഈസ് പ്യോർലി ഇൻ അവർ ഹാൻഡ്സ്. നമ്മളുടെ കയ്യിലാണ് അതിരിക്കുന്നത്. നമുക്ക് ഐദർ വേ പോകാം. ഐദർ നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം. ഇന്ന് നമുക്ക് കുറച്ച് സുഖമുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ വിചാരിക്കും, വാട്ട്സ് റോങ് വിത്ത് ദിസ് മെറ്റീരിയൽ വേൾഡ് എന്ന് തോന്നും. ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്ക് പൈസയുണ്ട്, എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ്, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, ഞാൻ ഹാപ്പിയാണ്, ഇനി ഒരു 5-6 ജന്മം കൂടി എനിക്കിവിടെ വന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അടുത്ത ജന്മത്തിലേ അറിയുന്നുള്ളൂ. ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ നമുക്ക് കണ്ണില്ലാതെയോ
അങ്ങനെ എങ്ങാനും ആയിരിക്കും ജനിക്കുന്നത്. അപ്പോഴേ നമുക്ക് ആ മിസറി ശരിക്കും എന്താന്ന് മനസ്സിലാവുള്ളൂ. ധൃതരാഷ്ട്രരുടെ കഥ തന്നെയുണ്ട്. ധൃതരാഷ്ട്രർക്ക് 100 മക്കളുണ്ട്, കണ്ണ് കാണാൻ വയ്യ. എന്നിട്ട് ആ കുരുക്ഷേത്ര വോറിൽ എല്ലാ മക്കളെയും കൊല്ലും. അപ്പൊ ധൃതരാഷ്ട്ര കൃഷ്ണന്റെ അടുക്ക പറയും, കൃഷ്ണ എന്തിന് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നു? എനിക്ക് 100 മക്കളെ തന്നിട്ട് എടുത്തോണ്ട് പോയില്ലേ? എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു നരകം തന്നത് എന്ന് ചോദിക്കും. അപ്പൊ കൃഷ്ണൻ പറയും, നീ തന്നെ ചെയ്ത കർമ്മങ്ങള്. അപ്പൊ എന്താണ് ഞാൻ ചെയ്തത് എന്ന് ചോദിച്ചപ്പം, നീ പണ്ടൊരു വേടൻ എന്നല്ലേ പറയുന്ന, ഹണ്ടർ ആയിരുന്നു. അപ്പൊ ഹണ്ടറ് ഒരു 100 കൊച്ചു കിളികള് ഉണ്ടായിരുന്നു. ആ കിളികളെ നീ അമ്പെയ്ത് കൊന്നു 100 എണ്ണത്തിനെ. അപ്പൊ അത് 50 ജന്മങ്ങൾ മുൻപായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നിട്ട് 49ാമത്തെ ജന്മത്തെ എനിക്ക് അതെന്താ തരാഞ്ഞ്? എന്തിനാ അത് കാത്തിരുന്നത് എനിക്ക് ഈ ജന്മം തരാനെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് 100 മക്കൾ ഉണ്ടാകാനുള്ള ആ ഒരു നല്ല കർമ്മം കൂടി വേണം. നമുക്ക് മക്കളുണ്ടാകുക എന്ന് പറയുന്നത് നല്ല കർമ്മം കൊണ്ടാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ല കർമ്മം വരാൻ വേണ്ടിയാണ് ഈ 50 ജീവിതകാലം നിൽക്കേണ്ടി വന്നത്. എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഈ ജന്മം നിനക്ക് ഇങ്ങനെ 100 മക്കളെയും കിട്ടി. എന്നിട്ട് ആ കിളികളുടെ കണ്ണ് പൊട്ടിക്കുകയോ എന്തോ ചെയ്യുകയും ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ ആ കണ്ണ് പൊട്ടുകയും ചെയ്തു. എന്നിട്ട് ഈ 100 മക്കളും മരിക്കുന്നത് കാണാനുള്ള, അത് സഹിക്കാനുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാക്കി. എന്നുവെച്ചാൽ ആ അമ്മക്കിളിയുടെ മുമ്പിൽ വെച്ചാണ് അതുങ്ങളെ എല്ലാം കൊന്നത്. അപ്പൊ അതുപോലെ നമുക്കിപ്പം ഇന്ന് ചെയ്യുന്നതിന്റെ കർമ്മം അടുത്ത ജന്മം കിട്ടണം എന്നില്ല. അത് എല്ലാം കൂടി ചേർന്ന് വരണം. നമ്മൾക്ക് നല്ല ഇതുണ്ട്, ഇപ്പം വെൽത്ത് കിട്ടാനുള്ള നമ്മൾക്ക് നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്. പക്ഷേല് നമുക്കത് അനുഭവിക്കാനുള്ള ഇതില്ല. നമ്മൾക്ക് വല്ല അസുഖം വന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. അത് എല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് നമ്മൾക്ക് ഈ ജന്മം അത് പ്രാരബ്ധ കർമ്മമായിട്ട് വരുന്നത്. ധാരാളം ഇരിപ്പുണ്ട് സ്റ്റോറായിട്ട്. അതിൽ നിന്ന് പതുക്കെ പതുക്കെ കുറച്ച് എടുത്തോണ്ട് ഓരോ ജന്മങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ ബ്രദറ് ആക്സിഡന്റിലാണ് മരിച്ചത്. അപ്പൊ നമ്മള് അവനെ മനസ്സിൽ വിചാരിച്ച് ഹരേ കൃഷ്ണ മന്ത്രം ഞാൻ എപ്പോഴും ജപിക്കാറുണ്ട്. അപ്പോ അവർക്ക് അടുത്ത ജന്മം നല്ലൊരു ജന്മം കിട്ടുമോ? തീർച്ചയായിട്ടും. അത് പറയുന്നുണ്ട്. നമ്മൾ ഈ നമ്മൾക്ക് ചിലപ്പം ഈ ഫൈനൽ റൈറ്റ്സ് ചെയ്യാനും ഒന്നും പറ്റാതെ വരും അല്ലേ. ഫൈനൽ റൈറ്റ്സ് എന്നല്ല, നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ അവർക്ക് വേണ്ടി ബലി ഇടുക ഒക്കെ ചെയ്യില്ലേ. അപ്പൊ എല്ലാവർക്കും ഒന്നും ബലിയിടാൻ സാധിക്കാതെയൊക്കെ വരും. ഈ ഹരേനാമം ജപിക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ ബെനിഫിറ്റ് ആവുകയാണ്. നമ്മളുടെ പൂർവർക്കൊക്കെ ബെനിഫിറ്റഡ് ആവുകയാണ്. അത് പ്രഹ്ലാദ് മഹാരാജ് നരസിംഹ ഭഗവാന്റെ അടുക്ക പറയും, എൻ്റെ അച്ഛൻ ഹിരണ്യകശിപു ആയിരുന്നു അച്ഛൻ, ഭയങ്കര ക്രൂവലായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛന് എന്ത് വേണം നിനക്ക് ബൂണായിട്ട്, എനിക്ക് എന്തെങ്കിലും നിനക്ക് ഒരു വരം തരണം, എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട വരം എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ പറയും എൻ്റെ അച്ഛന് നല്ല ഗതി കൊടുക്കണേ എന്ന് പറയും. അപ്പൊ പറയും അത് പറയേണ്ട ആവശ്യമില്ല, നിന്റെ 21 ജനറേഷൻ മുകളിലുള്ളവരും 21 ജനറേഷൻ ഇനി വരാനുള്ളവരും എല്ലാം മുക്തരാകുകയാണ് നീ കാരണം. നീ ഒരു പ്യോർ ഡിവോട്ടി ആയതുകൊണ്ട് അവരെയൊക്കെ മുക്തരാക്കുകയാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ പൂർവികർക്ക്, നമ്മളുടെ ബന്ധുക്കൾ മരിച്ചവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ആ പ്യൂരിറ്റി അനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അത് കാരണം നമ്മൾ കഴിയുന്നോളം എത്രയും പ്യുവറായിട്ട് ഒഫൻസസ് ഒന്നുമില്ലാതെ നാമം ജപിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം വേണമെങ്കിൽ ഒരു റൗണ്ട് അവർക്ക് വേണ്ടി ജപിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കൃഷ്ണ മാതാജി, ഞാൻ 16-ലും കൂടുതലൊക്കെ ജപിക്കും, ചിലപ്പോ 21 ഒക്കെ ജപിക്കും ഇരുന്ന്. അപ്പൊ അവരെ മനസ്സിൽ ഇങ്ങനെ മരിച്ചു പോയ അച്ഛൻ, അമ്മ, ബ്രദർ എല്ലാവരും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇരുന്ന് ജപിക്കുക. കുറേ മാലകൾ അങ്ങനെ ജപിക്കും. നല്ലതാ മാതാജി, അത് തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതോ നമുക്ക് നിർത്താമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ എപ്പോഴും നാമം വരുമ്പോഴത്തേക്ക് ഒരു പൂച്ചയുണ്ട്. പൂച്ച എപ്പോഴും വന്ന് അടുത്തിരിക്കും, അത് കേട്ടോണ്ടേ ഇരിക്കും. ചിലപ്പോ ഈ മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് അത് കേട്ടിരിക്കും. വെളുപ്പിനെ ഞാൻ എഴുന്നേക്കുന്ന സമയത്തുണ്ട്, എഴുന്നേക്കാൻ താമസിക്കുകയാണെങ്കിൽ എന്റെ മുറി വന്ന് വിളിച്ചുണർത്തും. എവിടെയെല്ലാം രാത്രിയിലൊക്കെ സഞ്ചാരത്തിനൊക്കെ പോയിട്ട് വന്നാൽ ആ കൃത്യ സമയത്തിന് വന്നിരിക്കും. ഇപ്പൊ ഇവിടെ വന്ന് കേട്ടോണ്ടിരിക്കുവാണ്. ആ പൂച്ചയ്ക്ക് എങ്ങനെയാകും മാതാജി? അത് അതിന്റെ കർമ്മ കഴിഞ്ഞ കർമ്മം. അത് അതിനെക്കാട്ടിലും കൂടുതൽ അതിന് അടുത്ത ജന്മം എത്ര നല്ലതായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഞാൻ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഒരു തത്തമ്മയുടെ കഥ പറഞ്ഞോ? ഭഗവത്ഗീത ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു സുശർമ്മ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. അയാള് ബ്രാഹ്മണനാണെങ്കിലും അയാള് എല്ലാ ചീത്ത പ്രവൃത്തികളായിരുന്നു ചെയ്തത്. അയാള് മരിക്കും. ഒരു സർപ്പം കേട്ടിട്ടുണ്ടോ ആ കഥ? ആ അപ്പൊ എന്താ പറ്റുന്ന, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ജസ്റ്റ് കേട്ടതേ ഉള്ളൂ. അല്ല ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഭഗവത്ഗീത ഈ ഒരു തത്തമ്മയെ അവര് വാങ്ങിച്ചത്. അത് തത്തമ്മ എന്നും രാവിലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനൊന്നും മനസ്സിലായിട്ടല്ല. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ശ്രവിച്ചു ആ പ്രോസ്റ്റിറ്റ്യൂട്ട്. അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി. എന്നിട്ട് ഒരു കാള മരിക്കുമ്പോഴേ ആ കാളയ്ക്ക് എന്റെ പയസ് ഡീഡ്സ് എല്ലാം ഞാൻ കൊടുക്കുന്നു എന്നിങ്ങനെ പറയും. അവർക്ക് തന്നെ അറിയില്ല അവർക്ക് ഇത്ര പയസ് ഡീഡ്സ് ഉണ്ടെന്ന്. എന്നിട്ട് ആ കാള അടുത്ത ജന്മം, ഈ സുശർമ്മ തന്നെയായിരുന്നു കാളയായിട്ട് അടുത്ത ജന്മം എടുത്തത്. എന്നിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പയസ് ഇത് കിട്ടിയത് കാരണം അത് പിന്നെയും ഒരു നല്ല ബ്രാഹ്മണനായിട്ട് ജനിക്കും. അപ്പോഴ് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ തപ്പി വരുമ്പോഴാണ് ഈ തത്തമ്മ കേട്ടതാണ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു തത്തമ്മ ഒന്നും അറിയാതെ പറയുന്നതിന് പോലും ഇത്രയും ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ ആ പൂച്ചയ്ക്ക്, അതാണ് ഞാൻ പറഞ്ഞു, ഒരു കൊതുക് പോലും നമ്മൾ ഉറക്കെ ഹരേ കൃഷ്ണ ജപിക്കുമ്പോൾ ഒരു കൊതുക് അത് കേട്ടാൽ പോലും ആ കൊതുവിന് പോലുമാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അത് ലിബറേറ്റഡ് ആകുമോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ കർമ്മ. പക്ഷേ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഹയർ ഒരു ഇത് കിട്ടും. അല്ലാതെ ജസ്റ്റ് അവർ എവല്യൂഷൻ വഴി പോകുന്നതിനെക്കാട്ടിലും അവർക്ക് ചിലപ്പോൾ ഹ്യൂമൻ ബോഡി ആയിരിക്കും അടുത്ത് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ എൻ്റെ അനിയത്തിയും പറയുമായിരുന്നു, ഈ ക്ലാസ് അവൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ പോയോന്ന് തോന്നുന്നു. ഇന്ന് അവൾക്ക് ഡോക്ടറെ കാണേണ്ട ദിവസം. അവളിപ്പം പോയിട്ടുണ്ട്. അപ്പൊ അവളുടെ പട്ടിക്കുട്ടി എപ്പോഴും ഈ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ശരിക്കും അത് വലിയ പുണ്യമാണ് അങ്ങനെ കേൾക്കുന്നത്. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ പൂന്താനം എപ്പോഴും വരാന്തയിലിരുന്ന്, വീട്ടിന്റെ വരാന്തയിലിരുന്ന് ഭാഗവതം പാരായണം ചെയ്യും എല്ലാ ദിവസവും. അപ്പൊ ഒരു ഭയങ്കര കാറ്റും മഴയും വന്ന ഒരു ദിവസം 2 പ്ലാവ് അങ്ങരുടെ വീട്ടിന്റെ സ്ഥലത്തുണ്ടായിരുന്ന 2 പ്ലാവ് താഴെ വീഴും. അന്ന് രാത്രിയിൽ പൂന്താനം സ്വപ്നം കാണും. പൂന്താനം വൈകുണ്ഠത്തെത്തിന്നും ഈ 2 പ്ലാവുകള് അവിടെ വൈകുണ്ഠ ഭഗവാന്റെ പോലെ സ്വരൂപം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ സാരൂപ്യം, ഭഗവാന്റെ പോലെ 4 കൈകളും ഒക്കെ ആയ 2 വ്യക്തികളായി ഈ പ്ലാവുകള്. എന്നിട്ട് അവര് പറയും, ഞങ്ങൾ ഇങ്ങനെ പ്ലാവായിരുന്നു, അങ്ങയുടെ ഈ ഭാഗവത ശ്രവിച്ചതാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ എത്തിയത് എന്ന് പറയുന്നു. ഇതൊക്കെ മിത്തല്ല കേട്ടോ. ഇതിലൊക്കെ നമുക്ക് മേ ബി ഇതൊരു കഥയായിരിക്കും, പക്ഷേ അത് വാസ്തവമാണ്, അങ്ങനെ നടക്കും. അവരിത് ശ്രവിക്കുമ്പോൾ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ നമ്മൾ മരത്തിലൊക്കെ തൊട്ടുകൊണ്ട് ഈ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുമ്പോഴത്തേക്ക് അവർക്ക് ആവുമോ? തൊടണം എന്നൊന്നുമില്ല, തൊടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം മരത്തിലൊക്കെ തൊട്ടുകൊണ്ട് ഞാനിങ്ങനെ അത് കേൾക്കുന്നുണ്ട്.
പ്ലാന്റ്സ് ഒക്കെ ലിവിങ് ബീയിങ്സ് ആണല്ലോ. അപ്പൊ അത് കേൾക്കുന്നുണ്ട്, നമ്മൾ ജപിക്കുന്നത് കേൾക്കുന്നുണ്ട്, അതിന്റെ ബെനിഫിറ്റ് അതിന് തീർച്ചയായിട്ടും കിട്ടുന്നുമുണ്ട്. തൊട്ടാല് കൂടുതൽ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. മേ ബി ജസ്റ്റ് കേട്ടാൽ തന്നെ മതി, അതിന് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ പറയും തുളസി ചെടിയുടെ മുമ്പിലിരുന്ന് നാമം ജപിക്കുന്നത് നല്ലതാണെന്ന് പറയും. എന്നുവെച്ചാൽ തുളസി ദേവി കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആണ്. അപ്പോഴ് തുളസി ദേവിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൃഷ്ണന് വളരെ പ്ലീസിങ് ആണ്. അപ്പൊ കൃഷ്ണന് അത് വലിയ ഇഷ്ടമാണ് നമ്മള് തുളസി ചെടിയുടെ മുമ്പിൽ ഇരുന്ന് ജപിച്ചാല്. വേറെ മരങ്ങളുടെ കാര്യം എനിക്കറിയില്ല. മരങ്ങളുടെ അടുത്തിരുന്ന് ജപിച്ചാലും അത് മരത്തിന് അതിന് ഇഫക്റ്റ് ഉണ്ട്, ഷുവർ ആണ്. തുളസി ചെടിയിൽ ഇന്ന് ചൊല്ലുമായിരുന്നു, ഇപ്പം വെള്ളം കയറി അതെല്ലാം ഉണങ്ങിപ്പോയി, ഇനി അടുത്തത് വെക്കണം. അതാണ്, അത് വേഗം കരിഞ്ഞു പോകുന്നു. എനിക്കും ഒരിക്കലും തുളസി അങ്ങനെ കുറച്ചു നാള് വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ചീത്തയായി പോകും. ഹരേ കൃഷ്ണ. ഒന്ന് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് വേറൊന്നും നടണം, എന്നാലേ ശരിയാകുള്ളൂ. ഇവിടെ വെള്ളമായതുകൊണ്ട് ഇനിയും പറ്റില്ല, ഇനി ഒരു 6 മാസം കഴിയണം. ഒരു ചെടിച്ചട്ടിയിൽ നടും ഒന്നിനെ, അപ്പൊ നമുക്ക് മാറ്റി വെക്കാലോ മഴയെ കൊള്ളാതെ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഇന്ന്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णव वृंद की जय। श्रील प्रभुपाद की जय। श्रील गुरुदेव की जय। नित्याय गौर प्रेमानंदे हरि हरि बोल। हरे कृष्णा. नाले ഹരേ നമുക്ക് കൃഷ്ണ മാതാജി, പ്രണാമം. പ്രണാമം. മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. Thank you. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. നാളെ നമുക്ക് ഭാഗവതം തന്നെയാണ്. മറ്റന്നാൾ തൊട്ട് 3 ദിവസം ഭഗവത്ഗീതയാണ്. ഹരേ കൃഷ്ണ. ഇപ്പൊ നിർത്തുകയാണ്.